അതുകൊണ്ട് സഭയുടെ ശ്രദ്ധയോടുള്ള പ്രാർത്ഥന ഭയങ്കരമായിട്ട് ഫലിക്കും. ആമേൻ. ഇപ്പൊ ഒരുവൻ വഴിതെറ്റി നടക്കുമ്പോഴും സഭയ്ക്കകത്ത് പ്രാർത്ഥിക്കുന്നവരുടെ ഹൃദയത്തിൽ ദൈവം ആലോചന കൊടുക്കും. പ്രാർത്ഥിക്കുന്നവരുണ്ട്, പ്രാർത്ഥിക്കാത്തവരുണ്ട്. തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ദൈവസന്നിധിയിൽ ഇരുന്ന് 8 മണിക്ക് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ മക്കളും എൻ്റെ കുടുംബവും എൻ്റെ സമ്പത്തും എൻ്റെ ബാങ്ക് ബാലൻസും എൻ്റെ ഭാവിയും അങ്ങനെ പ്രാർത്ഥിക്കുന്ന കുരിശടി പ്രാർത്ഥനക്കാരും, അതായത് ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവരും. ഈ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, പ്രാർത്ഥന ഇങ്ങനെ നമ്മുടെ ആവശ്യങ്ങളിലാണ് തുടങ്ങിയാലും അല്പം കഴിയുമ്പോഴേക്കും അതൊക്കെ അങ്ങ് മാറും. മാറിയിട്ട് ദൈവാത്മാവ് ചില കാര്യങ്ങളെ ഓർമ്മ തരും, ചില ചിന്തകളെ കടത്തിവിടും. ആമേൻ. നമ്മൾ വിചാരിക്കും പോലെ എപ്പോഴും സൂര്യന്റെ തേജസ്സിലല്ല ചിന്തകൾ കടന്നു വരുന്നത്. ദൈവത്തിന്റെ ആത്മാവിന്റെ ചെറിയ ശബ്ദം പോലും കേൾക്കാൻ നാം പ്രാക്ടീസ് ചെയ്യണം. ഇതെങ്ങനെ പ്രാക്ടീസ് ചെയ്യും? ദൈവത്തെ കൊതിയോട് അന്വേഷിക്കുന്നവൻ, ഇപ്പൊ ഉദാഹരണം പറഞ്ഞാലേ ഈ സ്വർണ്ണം അരിച്ചെടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഇവിടെ ഈ ആറ്റിന്റെ കരയിലൊക്കെ ചിലപ്പോൾ സ്വർണ്ണം ഉണ്ടെന്ന് പറഞ്ഞ് 200 പാടുപെട്ടിട്ടാണെന്നറിയാം അവര് 2-3 തുള്ളി സ്വർണം കിട്ടുന്നത്. നമ്മൾ ഇങ്ങനെയൊന്നും നോക്കിയാലൊന്നും കാണാൻ പറ്റുകയില്ല. പക്ഷെ ഈ അരിക്കുന്നവൻ അവന്റെ കണ്ണ് തിരയുന്നതെല്ലാം എന്തിൽ തന്നെ ആയിരിക്കും. സ്വർണ്ണം ഇങ്ങനെ 2-3 പവനായിട്ട് കിടക്കുകയല്ല. അത് കാണണമെങ്കിൽ നമുക്ക് ശരാശരി കണ്ണ് പോരാ. ഇങ്ങനെയൊക്കെയുള്ള ചെറിയ തരികള്, ഈ തരികൾ അവരുടെ കണ്ണ് തിരയുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ 3 നേരം ഇപ്പൊ സ്വർണം കിട്ടും 2.5 പവൻ 3.5 പവന്റെ മാല കയറി വരും. ഇതൊക്കെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഉണ്ടല്ലോ ഇങ്ങനെ തട്ടി അവസാനം ഇല്ലുകൂടെ ഒത്തരമുള്ള പൊടിയെടുത്ത് പേപ്പറിൽ ഒരു തുണിയിൽ തട്ടിയും പോയി. ഇനി അത് അരിപ്പൊട്ടും. അതിനകത്ത് അത്യാവശ്യം 2000 രൂപയുടെ സാധനം കിടപ്പുണ്ടാവും. പക്ഷെ സാമാന്യ കാഴ്ചയിൽ കാണുകയാണ്. അതുകൊണ്ട് പറയുന്നത്, ദൈവത്തിന്റെ വചനത്തിനകത്ത് ദൈവത്തിന്റെ നാമത്തെയും ദൈവിക ആത്മാവിന്റെ സാന്നിധ്യത്തെയും അവന്റെ ശബ്ദത്തെയും കൊതിയോടെ തിരയുന്നവന്റെ മുമ്പിൽ അത് തെളിഞ്ഞു വരും. ആമേൻ. അതുകൊണ്ട് ഏലിയാവ് ശക്തനായ ഒരു പ്രവാചകനാണെങ്കിലും ഏലിയാവ് 40 ദിവസത്തെ ഉപവാസം കഴിഞ്ഞ് അങ്ങനെ കയറി നിൽക്കുമ്പോ ഏലിയാവ് ആഗ്രഹിച്ചത് ദൈവത്തിന്റെ ഹുങ്കാര ശബ്ദം കണ്ടിട്ടും കാറ്റടിക്കുന്നത് കണ്ടിട്ടും അഗ്നി വരുന്നത് കണ്ടിട്ടും ഒക്കെ ഇവിടെ ഇപ്പൊ ദൈവത്തിന്റെ പ്രഭയൊക്കെ ചിതറുമെന്ന് പറയുമ്പോ ശാന്തമായൊരു ശബ്ദം. നീ ഇവിടെ എന്ത് ചെയ്യുന്നു? ഹല്ലേലൂയ. അത് ഏലിയാവിന് അപ്പന്റെ ശബ്ദമാണെന്ന് മനസ്സിലായി. നമുക്കത് മനസ്സിലാവൂല. ഹല്ലേലൂയ. പ്രാർത്ഥനാ മുറിക്കകത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോ ദൈവത്തിന്റെ മറുപടി എന്താണെന്ന് തിരിച്ചറിയുന്നവൻ ഭാഗ്യവാൻ. അതുകൊണ്ട് പറയും, നിങ്ങൾ യഹോവയുടെ വചനം തിരുവെഴുത്തിൽ തിരഞ്ഞു വായിപ്പിൻ, അതിലൊന്നിനു പോലും ഇടയില്ലാതെ. ഒന്ന് വായിച്ചേട്ടാ ഭാഗം. യെശയ്യാവ്, ഞാൻ പറയൂ 30 അല്ല, ആണോ 34:16 വായിച്ചേ. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ച് നോക്കുവിൻ. അന്വേഷിക്കണം. വായിച്ചേട്ടാ ഭാഗം. അനന്ത് വായിക്കേ. കേട്ടോ, യഹോവയുടെ പുസ്തകത്തിൽ ഒന്ന് നീ ഈ പുസ്തകം എന്ത് ചെയ്യണം? മാനിക്കണം. ആമേൻ. ഹല്ലേലൂയ. നീ വേറെ കാര്യം പറയാം. ഈ നമ്മൾ സ്നാനപ്പെട്ട് കഴിഞ്ഞ് നേരെ പിശാചിന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്ന ആരും കരുതരും. തിരുവെഴുത്തിൽ ആധാരം ഉണ്ടല്ലോ എന്നും പറയരുത്. ഉണ്ട്, ഇല്ല. തിരുവെഴുത്തിലെ ആധാരം യേശു സ്നാനപ്പെട്ടതിന് ശേഷം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ എവിടെ പോയി? ആത്മാവ് മരുഭൂമിയിലേക്ക് അയച്ചു. അന്ന് കർത്താവ് ക്രൂശിക്കപ്പെട്ടിട്ടില്ലായിരുന്നു. പിശാചിന്റെ തല തകർക്കപ്പെട്ടിട്ടില്ലായിരുന്നു. എന്നാൽ സകല പരീക്ഷകളെയും തികച്ച് കാൽവരി ക്രൂശിൽ അവൻ യാഗമായതിനു ശേഷം തന്റെ കുസ്സാ നാളിൽ സഭ സ്ഥാപിക്കപ്പെട്ട് തന്റെ വിശുദ്ധ സഭയെ കർത്താവ് സ്ഥാപിച്ചതിനു ശേഷം സഭയെ നിന്നെ പാതാള ഗോപുരങ്ങൾ ജയിക്കുകയില്ല. സഭയെ സ്നാനപ്പെട്ടവനെ കർത്താവ് എന്തിനോട് ചേർത്തു? സഭയോട് ചേർത്തു. പിന്നുണ്ടാകുന്ന കഷ്ടം എന്തെന്നറിയാമോ? കയ്യിലിരിപ്പുകളാണ്.
ഞാൻ രാജാവിന്റെ മകനെങ്കിലും, ഞാൻ ഉദാഹരണം പറയാം. എൻ്റെ അച്ഛൻ ഹൈസ്കൂൾ മാഷാണ്, മലയാളം മാഷായിരുന്നു. അമ്മ LP സ്കൂൾ ടീച്ചറായിരുന്നു. ഇവള് ഭയങ്കര പഠിപ്പിച്ചായിരുന്നു. അപ്പോൾ ഞാൻ ചേട്ടന് അത്യാവശ്യം പഠിക്കും. ആർക്ക് വേണ്ടിയിട്ട്? അമ്മയൊക്കെ അപ്പന് വേണ്ടിയിട്ട്. ഞങ്ങളുടെ ഹരമാണ് മീൻ പിടിക്കാൻ പോകാറ്. ഇവർ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വെക്കേഷൻ ടൈം ആണെങ്കിൽ ചൂണ്ടയെടുക്കും, ആറ്റിൽ പോകും. ഈ നെയ്യാറിന് ഇഷ്ടം പോലെ മീൻ. അപ്പൊ ഒരു ദിവസം ഞങ്ങളിങ്ങനെ മീൻ പിടിച്ചിട്ട് കുളിച്ച് ഇങ്ങനെ ഒരു കുട്ടി തുറന്നു കൊടുത്ത് ചൂണ്ടയുടെ കയ്യിൽ ഇങ്ങനെ വന്ന് ചാടിയത് അച്ഛൻ്റെ മുമ്പിലാണ്. അവനോട് രക്ഷപ്പെട്ടു, ഞാൻ പിടിക്കപ്പെട്ടു. അപ്പോ ദേഷ്യത്തോടും സങ്കടത്തോടും രണ്ട് തന്നു. ആ സങ്കടം എന്തെന്ന് എനിക്ക് അന്ന് മനസ്സിലായി. അച്ഛൻ വെള്ള വസ്ത്രമിട്ട് വെള്ളം കൊണ്ടിട്ട് സ്കൂളിൽ നിന്ന് വരുന്നു, ചൂണ്ടയും പിടിച്ച് ഒറ്റ തോർത്തു കൊടുത്ത് 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും പഠിക്കേണ്ട സമയത്ത് പഠിക്കാതെ നടക്കും. അപ്പോ അപ്പന്റെ ഹൃദയത്തിലൊരു സങ്കടം, മോനെ ഓർത്ത് സങ്കടം, പിന്നെ ആകെ ഒരു അഭിമാനം ഉള്ളവർക്ക് മാത്രം. ഇതുപോലെ രാജാവിന്റെ മക്കളായി വിളിക്കപ്പെട്ടവൻ പിന്നെ ആവശ്യമില്ലാത്ത ചൂണ്ടയും ഒറ്റത്തോർത്ത് കൊടുത്തോണ്ട് നടക്കുമെങ്കിൽ നിശ്ചയമായിട്ടും നീർക്കോല് കടിക്കും. ഇപ്പൊ സ്നാനപ്പെട്ട് രക്ഷിക്കപ്പെട്ടവൻ കൂടാരത്തിനകത്ത് കയറിയിട്ട് വഴിക്കണ്ട പാട്ടയും പെറുക്കിക്കൊണ്ട് വെക്കാനുള്ള സ്ഥലമല്ല സഭ. ഇവിടെ നാം പ്രാപിക്കുന്നതും കൈക്കൊള്ളുന്നതും ഉൾക്കൊള്ളുന്നതും സ്വർഗത്തിൽ നിന്നുള്ളതായിരിക്കണം, ലോകത്തിൽ നിന്നുള്ളതായിരിക്കരുത്. ലോകത്തിലുള്ളത് പ്രസംഗിപ്പാൻ ഇവിടെ രാഷ്ട്രീയക്കാരുണ്ട്, ശാസ്ത്രജ്ഞന്മാരുണ്ട്, അധ്യാപകരുണ്ട്. ആമേൻ. ദ്വന്ദ്വ സമാസം എന്തെന്നറിയാമോ? അത് പറയാൻ ആളുണ്ട് വേറെ. ആമേൻ. കർത്താവിനെ കുറിച്ച് പറയാൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, എന്നെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നു. ഞാൻ ആരെ കുറിച്ച് പറയണം? അപ്പൊ ഞാൻ ആരെ ധരിക്കണം? വചനം പറയുന്നു, സ്നാനപ്പെട്ടവൻ യേശുവിനെ ധരിച്ചിട്ട് കൂടെ കുട്ടിക്കാർ കൊടുത്താൽ എങ്ങനെ ഇരിക്കും? അതുകൊണ്ട് യേശു ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പ്, തിരുസഭ സ്ഥാപിക്കപ്പെടുന്നതിന് മുമ്പ് പിശാചിന് ചില അധികാരങ്ങളുണ്ടായിരുന്നു. എന്നാൽ 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂശിൽ അവന്റെ തലയെ തകർത്തതിന് ശേഷം തലയില്ലാത്തവന്ന് എന്നെ കാണിച്ചു കൂട്ടാനാണ്. അതുകൊണ്ട് പറയുന്നു, അന്ന് കിട്ടിയതിനേക്കാൾ ശിക്ഷയാണ് സഭയ്ക്കകത്തിരുന്ന് വേല കാണിച്ച. ചുമ്മാണ്. അനന്യാസും സമീറയും മരിച്ചു വീണത് പുറത്തല്ല, അകത്താണ്. നടയുന്നു, ആത്മാവ് അവിടെ നിർത്തി. അതാണ് തിരുസഭയുടെ ശക്തി എന്ന് പറയുന്നത്. നമ്മൾ നിസ്സാരമെന്നൊക്കെ കരുതി പലതും പറയുമല്ലോ, നിസ്സാരമാണെന്ന് കരുതിയിട്ട് പറയുമല്ലോ. ഇപ്പൊ നമ്മൾ പിന്നെ തികഞ്ഞവനാക്കി, ഞാൻ 20 വർഷം കൊണ്ട് തികഞ്ഞവനാകും. ആര് പറഞ്ഞു തികഞ്ഞവനാവൂ? എപ്പോഴാണോ വിളിച്ചേ, എപ്പോഴാണോ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നത്, ആ നിമിഷം മുതൽ നിന്റെ മേൽ ഒരു പേര് വീണു, വിശുദ്ധൻ, വിശുദ്ധ വംശം, രാജകീയ പുരോഹിത വർഗം, നാഥൻ ഉള്ളവൻ, അപ്പനുള്ളവൻ. പറഞ്ഞാട്ടെ പേര്, അപ്പനുള്ളവൻ. ദേ ഒരു അനാഥൻ നടന്നു പോകുന്നു എന്ന് സാത്താൻ പോലും പറയുകയല്ല. എത്ര വിശ്വസിക്കും? ഓ, ഒരു അനാഥൻ ഇതാ പോണം, സ്നാനപ്പെട്ട് കോലും കെട്ടി പോണം. സാത്താന് പറയാൻ പേടിയാ. യേശുവിന്റെ രക്തം തളിക്കപ്പെട്ടവരെ നോക്കിയിട്ട് അവൻ വിറയ്ക്കും. എപ്പോഴാണോ ഇത് തിരിയുമെന്ന് പറയാൻ പറ്റുകയല്ല. യേശുവേ എന്നൊരു വിളി എപ്പോഴാണ് വിളിക്കണമെന്ന് പറയാൻ പറ്റും. ആമേൻ. ആ വിളി മതി. അതിന്റെ മേൽ അത് വിശ്വാസിച്ചു. നിന്റെ മണ്ടയ്ക്ക് ഞാൻ ആദ്യം വീഴും. എല്ലാം തിരഞ്ഞിരിക്കുവാണോ? യേശുവേ എന്നൊരു വിളി ഇത് ഹൃദയത്തിൽ നിന്ന് വിശ്വാസത്താൽ വിളിക്കാം. അതിന്റെ മേൽ ദൈവശക്തി വ്യാപരിക്കും. ദൈവശക്തിയിൽ നടക്കണം. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും ശൂന്യമായി നടക്കുന്നുണ്ടല്ലേ, കുഴഞ്ഞു വിശ്വാസത്തിൽ ക്ഷീണിച്ചു, പിന്നെ കാറ്റടിച്ച് പൊക്കി, വീണ്ടും ക്ഷീണിച്ചു. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ പിന്നെ 4 ദിവസം കൊണ്ട് പ്രാപിച്ച കാര്യം ഇവിടെ 10-15 മിനിറ്റ് പറഞ്ഞത് കേട്ടോണ്ടിരുന്നാൽ അപ്പോഴാണ് അവിടെ ഒരു ശബ്ദം, കിടക്കട്ടെ ചാരി എഴുന്നിട്ടല്ലേ ഓടിയത്. പ്രാവശ്യവനറിയാം അതിന്റെ ആനന്ദം. കേട്ടോണ്ടിരിക്കുന്നവൻ എന്താണ്?
ഇത് നമ്മുടെ അവസ്ഥ. അതുകൊണ്ട് പറയുന്നു ശക്തിയാൽ നടക്കണം. ദൈവശക്തിയാൽ നടക്കുന്നവന് ദൈവകാര്യങ്ങൾ കേൾക്കുമ്പോൾ അപ്പം യൂട്ടേൺ അടിക്കും. നമ്മളിപ്പോ ഇപ്പൊ കവലകളിൽ പോയ ഈ പിന്നെ ഇങ്ങനെയുള്ള പ്രസംഗങ്ങൾ കുറവാ. ഏതാ ഈ പരസ്യയോഗങ്ങൾ. പക്ഷെ ഒരുപാട് പേര് പരസ്യയോഗം ചെയ്യുന്നുണ്ട്, വെൽ സെറ്റപ്പിൽ ചെയ്യുന്നുണ്ട്. ഞാനൊരു ദേവദാസനെ കാണാറുണ്ട്. ഏത് ഭാഗത്തുനിന്ന് അദ്ദേഹം എനിക്ക് അറിയത്തില്ല. ആദ്യം അദ്ദേഹം ഒരു സൈക്കിളില് വന്നിങ്ങനെ പറയും. പുള്ളി തിരഞ്ഞെടുക്കുന്ന സ്ഥലം ആരും ഇല്ലാത്ത സ്ഥലത്താണ്. ഞാൻ ഇന്നലെ കണ്ടപ്പോ, ഇപ്പൊ കഴിഞ്ഞ മാസം കണ്ടപ്പോ പുള്ളിക്കൊരു മാറ്റം. നല്ല വെള്ള വസ്ത്രമായി, വണ്ടിയുള്ള, നല്ല ശബ്ദം, മൈക്ക് എന്നൊക്കെ ആരോ കൊടുത്തിരിക്കുന്നു. ദൈവം കൊടുത്തേക്കുന്നു. അപ്പൊ എന്റെ ചിന്ത, ഈ മനുഷ്യൻ ചന്തയിൽ നിന്ന് വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഉടനെ പരിശുദ്ധാത്മാവിന്റെ വിലക്കിട്ട് പറഞ്ഞു, നോ, അവിടെയുള്ളവരാരും കേൾക്കുകയല്ല. ഇവിടെ ഏവരെങ്കിലും ഒരുത്ത മരത്തിന്റെ പുറകിലോ അപ്പുറത്തോ ഇപ്പുറത്തോ ഒക്കെ മാറി ഇരിക്കുന്ന ടീമുകളുണ്ട്. ഇത് അവർക്ക് വേണ്ടിയിട്ട് ദൈവം കേൾപ്പിക്കുന്നതാണ്. ഹല്ലേലൂയ. ഞാനത് ആലോചിച്ചപ്പോ, ദൈവമേ, ഇവരുടെയൊക്കെ സുവിശേഷത്തിന്റെ ശക്തി നമിച്ചേ പറ്റും. ദൈവം കൊടുത്ത ടാലന്റിനെ കൊണ്ട് വ്യാപാരം ചെയ്യുന്നുണ്ട്. അതാണ് ദൈവശക്തിയാൽ നടക്കുക. കണ്ണുമുട്ടിന്ന് പറയുക, കർത്താവായ യേശുവല്ലാതെ മറ്റൊരു രക്ഷകനില്ല. നീ പോണ വഴി മടങ്ങി വരണമെങ്കിൽ മാനസാന്തരപ്പെട്ടു കൊള്ളണം. ഇത് പറയുമ്പോ പുള്ളി കണ്ണുപോലും തുറന്നു നോക്കുകയല്ല. കാരണം നോക്കിയ മറ്റേ കുടിയമ്മ നീക്കുക, ഞാൻ പോയി ചത്തു, നീ എന്താണ് ഇതൊന്നും നോക്കുകയല്ല. ഹല്ലേലൂയ. അപ്പൊ അദ്ദേഹത്തിന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. നമ്മൾ ശക്തി ക്ഷയിക്കുമ്പോഴാണ് വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകുന്നത്. ചില പറയാണ്ട് പ്രാർത്ഥിച്ചിട്ടും എന്ത് ചെയ്യുന്നില്ല. എത്ര നാളായി ഞാൻ പ്രാർത്ഥന തുടങ്ങി, ഇന്നേ വരെ വേണ്ടാവണ്ണം ഒന്ന് പ്രാർത്ഥിച്ചോ? വേണ്ടതുപോലെ ഒന്ന് പ്രാർത്ഥിച്ചോ? വചനമാണ് ശരിയെങ്കിൽ കയറി വരുമ്പോ തന്നെ വചനം എന്താ പറയുന്നേ? നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെന്ന് അറിയുകയാൽ നിങ്ങൾ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ തന്നെ അത് നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് എന്ത് ചെയ്തിരിക്കുന്നു? എത്ര പേർ വിശ്വസിക്കുന്നു? എല്ലാം പൊക്കും. എത്ര പേർ അവകാശമാക്കും? ആരും പൊക്കിയാൽ. വചനം കേട്ടു. ശക്തിയുള്ളവൻ, ശക്തി പ്രദർശിപ്പിക്കുന്നവൻ, ദൈവശക്തിയെ തിരിച്ചറിയുന്നവൻ ഇതിനെ അവകാശമാക്കും. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ കാഴ്ച വെളിപ്പെടുന്നത് ശക്തിയാലാണ്. ദൈവശക്തിയിൽ ഇത് വെളിപ്പെടണം. ഹല്ലേലൂയ. നീ ക്ഷീണിച്ചു പോകരുത്. ഈ വിശ്വാസത്തിന്റെ ക്ഷീണം എന്താ? വിശ്വാസത്തിന്റെ ക്ഷീണം എന്താ? പിന്മാറ്റം. പിന്നെ നമ്മൾ ഈ അസുഖം ബാധിച്ചവരുടെ നടക്കുന്ന കണ്ടിട്ടുണ്ട്. ഒരു വാടി കുഴഞ്ഞ് കീരവാടും പോലെ വാടി, ചീതവാടും പോലെ വാടി, ദീനം പിടിച്ചതുപോലെ അവിടെ എവിടെയാ പോയിരിക്കും, ക്രാവിയിരിക്കും. സ്തോത്രം പറഞ്ഞ വെടിപൊട്ടും പോലെ പറഞ്ഞ ഒരു സ്തോത്രം. ഹല്ലേലൂയ. പിന്നെ ശക്തിയേറിയ ഉണർവ് പ്രാസംഗികം വന്നാൽ ഇവരെന്ത് ചെയ്യല? ഇതാണ് ചാവാറായ ശേഷിപ്പുകൾ. ഹല്ലേലൂയ. കണ്ടു പറയുന്നു ദൈവശക്തിയാൽ. ദൈവനാമം നമുക്കറിയാം. നാഴികയ്ക്ക് 70 വട്ടം നമ്മൾ വിളിക്കുന്നതാണ്. യേശുവേ അങ്ങേക്കാൾ വേറെ ഈ പാട്ടില്ല നീ എന്ത് പാടിയത്? ഹല്ലേലൂയ. പാടാൻ ഇഷ്ടംപോലെ പാട്ടുണ്ട്. 2 പാട്ട് പാടി കരഞ്ഞ് എഴുന്നേറ്റ് പോകും. വീണ്ടും പറയുന്നു, വചനത്തിൽ നിന്ന് ശക്തിയെ നീ ധരിച്ചുകൊള്ളുക, ദൈവശക്തിയെ പ്രാപിക്കുക. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ ഈ കഴിഞ്ഞു പോയ 3 ശുശ്രൂഷകളിൽ നിങ്ങളെ തൊട്ടത് എന്താണ്? ഉരുകണം. നിങ്ങൾക്ക് എല്ലാവർക്കും പറയാനുള്ളത് ഇതിൽ നിന്ന് കിട്ടിയല്ലോ. ഹൃദയമല്ല ഉരുകുന്നത്. മാനസാന്തരപ്പെടുമ്പോ ഹൃദയത്തിന്റെ പുറത്ത് ക്ലാവുണ്ട്. ഹൃദയം ഉരുക പോയില്ലേ? ഹൃദയത്തിന്റെ പുറത്തുള്ള ക്ലാവാണ് ഉരുകുന്നത്. ഈ പുറംചട്ടയിൽ കെട്ടിക്കിടക്കുന്ന സംഭവങ്ങൾ ഉരുകി കഴിയുമ്പോ അതാണ് നിന്റെ കോപം, നിന്റെ പക, ക്ഷമിക്കാൻ പറ്റാത്തത്,
വിധിക്കുന്നത്, കുറ്റം പറയുന്നത്, അനുസരിക്കാത്തത്, അനുസരണക്കേട്, കൊഞ്ഞണം കുത്തുന്നത്, ഇതെല്ലാം ക്ലാവാണ്. ഈ കർത്താവിന്റെ അടുക്കൽ വരുമ്പോ ക്ലാവ് ഉരുവും. മനസ്സിലായോ? ഹൃദയ ഉരുക്കം എന്ന് പറയുമ്പോൾ അകത്ത് ഇത് വെളിപ്പെടുമ്പോ പുറത്തെ ക്ലാവെല്ലാം ഉരുകി പോവും, കിട്ടങ്ങളെല്ലാം പോവും. ഗിദെയോനിൽ നിന്ന് വേർപെട്ടിരിക്കാനോ? ഗിദെയോനിൽ നിന്ന് വേർപെട്ട നിനക്കൊരു അടി തരണം. നാളത്തെ ഇമ്പോസിഷൻ എഴുതിയോ? എന്നോടാണോ? നിന്നെ ഓർത്ത് ഞാൻ ഭയപ്പെടുന്നതെന്നാണോ? അതോടെ ഒന്ന് എടുത്തോ? ഡാനി, ജോഷുവ, മാനസാന്തരപ്പെടുക. ഞാൻ മാനസാന്തരപ്പെടാനായിരിക്കും. മാനസാന്തരപ്പെടാൻ ആമേൻ. ആ ശൈലിയുണ്ടോ? ഞാനത് പറഞ്ഞു. ഞാൻ പറയില്ലെന്നല്ലേ പാസ് വിചാരിച്ചു. റൂൾസിന്റെ വചനം. എടാ, നീ കർത്താവിനുള്ളത് ഈ വചനം നന്നായിട്ട് പഠിപ്പിക്കേണ്ടത്. എവിടെ ഓടിയാ വചനപ്രകാരം ഞാൻ ജീവിക്കണം. പോകരുത്. പിന്മാറ്റത്തിലേക്ക് പോയത് സ്റ്റിച്ചിടും. ഓർത്തോ? ആമേൻ. നമുക്കൊരു വാക്യം വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 5-ാം അധ്യായം. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം. അതിന്റെ 36 മുതൽ വായിച്ചു. ആമേൻ. നിങ്ങളുടെ പിതാവ് എന്റെ ദൈവം മനസ്സലിവുള്ളവൻ ആയിരിക്കുന്നത് പോലെ നിങ്ങളും മനസ്സലിവുള്ളവൻ ആയിരിക്കും. ആമേൻ. എത്ര പേർക്ക് മനസ്സിലായി? എല്ലാവർക്കും മനസ്സിലായി. ആമേൻ. ഇവിടെ കർത്താവ് യേശു പറയുകയാണ്, യേശുവിന്റെ ദൗത്യം തന്നെ പിതാവിനെ വെളിപ്പെടുത്തുക എന്നുള്ളതാണ്. ദൈവത്തെ റിവീൽ ചെയ്യുക എന്നുള്ളതാണ് യേശുവിന്റെ ദൗത്യം തന്നെ. ഇവിടെ പല ഭാഗങ്ങളിലും നോക്കുമ്പോൾ ദൈവം സ്നേഹമാകുന്നു എന്ന് റിവീൽ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അത്ഭുതപ്പെടുത്തുന്ന ഒരു വാക്കാണ്, നിങ്ങളുടെ പിതാവ് മനസ്സലിവുള്ളവൻ ആയിരിക്കുന്നത് പോലെ നിങ്ങളും. എന്തിനോടാ ഈ മനസ്സലിവ് വേണ്ടേ? അങ്ങനെയാണെങ്കിൽ പിതാവിന്റെ മനസ്സലിവ് എന്താണെന്ന് നമ്മൾ അറിയണ്ടേ? ഇല്ലെങ്കിൽ നമ്മുടെ സ്നേഹമൊക്കെ നമ്മൾ സ്നേഹിക്കുന്നവരെ നമ്മൾ സ്നേഹിക്കും. ഇതിന്റെ ആഴം നിങ്ങൾ തിരിച്ചറിയണം. കർത്താവ് പറയാണ്, ശീമോനെ, അധികം ഇളച്ചു കിട്ടിയവൻ അധികം എന്ത് ചെയ്യും? സ്നേഹിക്കുന്നു. അതുകൊണ്ട് അവൾ എന്റെ കാലിൽ നിന്നും മാറിയില്ല. അവൾ വന്ന നേരം തൊട്ട് എന്ത് ചെയ്യുക? എന്നെ കണ്ടപ്പോഴേ കരയാൻ തുടങ്ങി. ഇവനാണ് എന്നെ പറ്റിച്ചത്, ഞാൻ നന്നായത്. യേശുവിനെ കണ്ട നിമിഷം മുതൽ മറിയ എന്ത് ചെയ്യാണ്? മറ്റവർക്കൊക്കെ യേശു വെറും
കണിയാൻ ഇപ്പൊ ഇനിയിപ്പോ ഒരു അത്ഭുതം ചെയ്യാൻ പോവാണെന്ന് തോന്നുന്നു. ഇപ്പൊ മുടന്തനെ നടത്തും. ലാസറിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ട് അവർക്കെന്ത്? ഇത് കണ്ടോ? ഈ സ്നേഹവും അത്ഭുതങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട്. അത്ഭുതങ്ങൾ കണ്ടത് കൊണ്ടല്ല നമ്മുടെ വിശ്വാസം നിലനിൽക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്തില്ലെന്ന് പറയാൻ പറ്റുമോ? ചെയ്തല്ലോ. കഴിഞ്ഞ മാസം ചെയ്ത അത്ഭുതങ്ങളെ കുറിച്ച് നിങ്ങൾ എത്ര ദിവസം ധ്യാനിച്ചു? കഴിഞ്ഞ വർഷം ചെയ്ത അത്ഭുതങ്ങളെ കുറിച്ച് ഇപ്പോഴും ഓർമ്മയുണ്ടോ? അതിന് മുമ്പിലത്തെ വർഷം ചെയ്ത കാര്യത്തെ കുറിച്ച് നന്ദിയുണ്ടോ? ഓർമ്മ പോട്ടെ. നന്ദി വരെയും, നന്ദിയും വരെയും ഓർമ്മയും വരെയും. എന്റെ സഹോദരങ്ങളെ, മനുഷ്യന്റെ ഒരു ക്യാരക്ടറാണ് മറവി. മനഃപൂർവ്വം മറക്കുക എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ പറയില്ലേ, പാമ്പിനാണല്ലോ ഞാൻ വിഷം കൊടുത്തില്ല, പാൽ കൊടുത്തു. നമ്മൾ പറയും, ദൈവം അത് പറയാണ്. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ മനസ്സലിവ് ഓർത്ത് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് കേട്ടോ. ദൈവത്തിന്റെ മനസ്സലിവ് എന്തെന്ന് അറിഞ്ഞാൽ മാത്രമേ എനിക്കും ദൈവത്തെ പോലെ മനസ്സലിവ് വെളിപ്പെടൂ. ഹല്ലേലൂയ. ഈ നിരപ്പിന്റെ ശുശ്രൂഷ എന്നൊക്കെ പറഞ്ഞല്ലോ. ഇവിടെ നേരത്തെ യോവാശിന്റെ മകനെ ബലപ്പെടുത്തുന്ന ശുശ്രൂഷയിൽ ശക്തിപ്പെടുത്തുന്ന യേശുവിനെ നമ്മൾ കണ്ടു. ആമേൻ. പിന്നത്തേൽ നോക്കുമ്പോ നിങ്ങൾ കണ്ടോ, അത്ഭുതങ്ങൾ കണ്ടോ? വെറും അവനെയും ഒരു പരിചാരകനെയും, അവന് ഇത് മാത്രം പിടിച്ചോണ്ട് നടക്കുന്നവൻ, അവനെയും കൂട്ടി പോയിട്ട് അവിടെ വെച്ച് ശക്തിപ്പെടുത്തുന്ന ദൈവം കണ്ടോ? ദൈവത്തെ കണ്ടോ? അത് ദൈവത്തിന്റെ ഒരു പോർഷനാണ്. എന്നാൽ പുതു നിയമത്തിൽ മനസ്സലിവ്, പരിപൂർണതയ്ക്കൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ഉണ്ട്. ഈ ക്രൂശിന്റെ വചനത്തിലേക്ക് തൊടുമ്പോ ക്രിസ്തുവിന്റെ, ചിലർക്കിത് പെസഹ മുറിക്കലാണ്. പെസഹ യേശുവിന്റെ ആ കാലത്തിൽ ലാസ്റ്റ് സപ്പർ കഴിഞ്ഞു, പെസഹ കഴിഞ്ഞു. ഇപ്പോഴും പെസഹയുടെ സമയം നോക്കി 6 മണിയായി, ഇപ്പൊ തുടങ്ങാം, യേശു ഇപ്പൊ അവിടെ കയറിയതുപോലെ. അങ്ങനെ നോ, ഈ ക്രൂശിന്റെ വചനം നിന്റെ അകത്തിരിക്കണം. അകത്തൊരു നുറുക്കൽ നടക്കണം. യേശു എനിക്ക് വേണ്ടി നുറുങ്ങിയെന്നും, യേശു എനിക്ക് വേണ്ടി മരിച്ചു എന്നും, എനിക്ക് വേണ്ടി കർത്താവ് തകർക്കപ്പെട്ടു എന്നും ഞാൻ കർത്തൃമേശമുള്ള സമയം മാത്രം ഓർത്താൽ മതിയോ? ചിലടത്ത് 6 മാസം കൂടുമ്പോഴേ ഉള്ളൂ. ഇവിടെ 2 പ്രാവശ്യമുള്ള പലപ്പോഴും അത്ഭുതം. ഇതെല്ലാം മനസ്സിലാകുന്നുണ്ടോ? ആമേൻ. ഈ നുറുക്കം അറിയണമെങ്കിൽ എന്റെ പിതാവേ നിന്റെ മനസ്സലിവെന്ത്? നിങ്ങൾ 4 സുവിശേഷങ്ങളും ശക്തമായി പഠിക്കുക. അതിലൊക്കെ യേശു പിതാവിനെ കുറിച്ച് എത്ര പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു. നമ്മൾ യഹോവയുടെ അരുളപ്പാടെന്ന് പറയുമ്പോഴും ശിക്ഷിച്ച, ശാസിക്കുന്ന, ലോകത്തെ മുഴുവനും മഴവെള്ളം കൊണ്ട് മുക്കുവാൻ കഴിയുന്ന, തന്റെ വചനം കൊണ്ട് സകലത്തെ ഉരുവാക്കുവാൻ കഴിയുന്ന ഈ സർവശക്തനായ ദൈവം സാത്താന്റെ മുമ്പിൽ തന്നെ വെളിപ്പെടുത്തുന്നത് മനസ്സലിവുള്ള പിതാവെന്നാണ്. സാത്താനെ ജയിക്കുവാൻ സഭ തിരിച്ചറിയേണ്ടത് മനസ്സലിവുള്ള ഒരു പിതാവ് എനിക്കുള്ളതിനാൽ ഞാനും മനസ്സലിവുള്ള പിതാവിന്റെ ഞാനും അങ്ങനെയല്ല, ഒന്നുകൂടെ പറയാം. എന്റെ പിതാവ് മനസ്സലിവുള്ളവനായിരിക്കാൻ ഞാനും ആ പിതാവിന്റെ മനസ്സലിവുള്ളവരായിരിക്കണമെന്നല്ല, അങ്ങനെയുമല്ല, മനസ്സലിവുള്ള മകനായിരിക്കണം, മനസ്സലിവുള്ള മകളായിരിക്കണം. ഇപ്പൊ അല്ലേ അത് ഒത്തത്? ഇല്ലെങ്കിൽ കൂലിക്കാരനായി പോയി. പരത്തി പറയരുത്. അതിനൊന്ന് ഞെരുക്കി നമ്മുടേതാക്കി പറഞ്ഞു നോക്ക്. എന്റെ അപ്പൻ, മനസ്സിലായോ? മനസ്സലിവുള്ളവനായതുപോലെ എന്റെ അപ്പന്റെ മകനായ ജീനും ഞാനും എന്തായിരിക്കണം? എത്ര രൂപയ്ക്ക് വചനത്തിന്റെ ആഴം മനസ്സിലായി? ഇതിന് ഞാൻ ഇന്നോട്ട് ശ്രമിക്കേണ്ടത് എന്റെ പിതാവേ നിന്റെ മനസ്സലിവ് എന്താണ്? അപ്പൊ ഇതിന് നമ്മൾ പറയുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മൾ ക്രൂശിന്റെ വചനങ്ങളിൽ 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങളൊക്കെ പറയും. ആത്മാവിലല്ലാതെ, പരിശുദ്ധാത്മാവിലല്ലാതെ
ഈ മനസ്സലിവ് നമ്മൾ അറിയത്തില്ല ദൈവമക്കളെ. ഇതുകൊണ്ടാണ് പറയുന്നത്, ഭൂമിയിൽ എനിക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നത് യേശു അല്ല, എനിക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് ടെസ്റ്റ് നടത്തിയ, സ്ക്രീനിങ് ഇട്ട, അപ്രൂവ് ചെയ്ത ഒരു പ്രയർ ആണ് യേശുവിന്റെ അടുക്കലെത്തുന്നത്. ഹല്ലേലൂയ. അതാണ് സ്വർഗത്തിൽ എനിക്കവൻ മധ്യസ്ഥനായും ഭൂമിയിൽ അവൻ എനിക്ക് തന്റെ ആത്മാവിനെ വെച്ച് മധ്യസ്ഥനായും ഇരിക്കുന്നു. അതൊരു പരിശുദ്ധാത്മാവിനെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു കളിയിലും നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് യഥാർത്ഥമായൊരു പ്രതിഫലം ലഭിക്കത്തില്ല. ചിലർ പറയും, ഞാൻ 12 വർഷമായി പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ഇപ്പൊ ദൈവം എന്ത് ചെയ്തു? നമ്മൾ പറയാറില്ലേ, നിലവുകൾ മാനിച്ചപ്പെട്ടു എന്നാ മാനിച്ചു. ദൈവത്തിനൊരു സമയമുണ്ട്, ആ സമയത്ത് ദൈവം പ്രവർത്തിക്കും. ഇതെല്ലാം ഉണ്ടല്ലോ, ഇതെല്ലാം കർത്താവ് പറഞ്ഞിങ്ങനെയാണ്, അഥവാ താമസിച്ചാലും വരും. കാരണം സമയത്തിന് തരാൻ നിവൃത്തിയില്ല. നീ എന്താവുന്നില്ല, നീ ഗുണപ്പെടുന്നില്ല, നീ നന്നാവുന്നില്ല. ഇത് തരാനുള്ള പ്രായപൂർത്തിയാകുന്നില്ല. ഇപ്പോഴും 1-ാം ക്ലാസ്, അടുത്ത വർഷം 1-ാം ക്ലാസ്, 10 വർഷം കഴിഞ്ഞ് നോക്കുമ്പോൾ 1-ാം ക്ലാസ്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറഞ്ഞത്, സ്നാനം, മാനസാന്തരം, ഇങ്ങനെയുള്ള വിഷയങ്ങൾ തന്നെ ഇപ്പോഴും ഇരുന്ന് ശിശുക്കളാകാതെ മായമില്ലാത്ത വചനം എന്ന പാൽ കുടിച്ച് കട്ടി ആഹാരം കഴിച്ച് വളരാൻ ആഗ്രഹിക്കും. ഇപ്പോഴും നമ്മുടെ പ്രധാന വിഷയം മാനസാന്തരമാണ്. നമ്മൾ എന്തെല്ലാം പ്രസംഗിക്കേണ്ട സമയത്ത് ഇപ്പോഴും നമ്മൾ എന്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു? എന്ന് വെച്ചാൽ പാൽ കൊടുത്തോണ്ടിരിക്കും. എത്ര കാലം ഊറ്റി തരും? ഒരു അമ്മ 3 വർഷത്തിൽ കൂടുതൽ പാൽ കൊടുത്തിട്ട് എനിക്കറിയത്തില്ല. ഇല്ലേ? 3 അല്ലേ? അങ്ങനെയല്ലേ? 3 വർഷമൊക്കെ ഇല്ലേ? ചിലതാതും കിട്ടത്തില്ല. അടുത്ത ആണ്ട് തന്നെ അടുത്ത കുഞ്ഞു വരും. ഒരു കൊച്ചിന് 1 വർഷമേ കിട്ടത്തുള്ളൂ. എന്നാലും ഒരു 3 ആണ്ട് കിട്ടും. 30 ആണ്ടായിട്ടും പാൽ കുടിച്ചോണ്ടിരിക്കും. ഇത്രയും കുറ്റിത്തരം ഇന്ത്യയിൽ ഇല്ല. യേശു തന്നെ പറയണം, നിന്നെ വിളിച്ചിട്ട് നീ ഇപ്പോഴും പാല് കുടിച്ചോണ്ടിരിക്കണോ? കട്ടിയാഹാരം കഴിക്കണ്ടേ? ഹല്ലേലൂയ. അപ്പോസ്തലൻ പറയുന്നു, ഒന്നുമില്ലെങ്കിൽ നീ എന്നെ പോലെയെങ്കിലാ, നിങ്ങൾ എങ്ങനെയെങ്കിലും എന്റെ അനുകാരികളെങ്കിലും ഞാൻ എന്തായാലും അക്കരെ കിടക്കുമെന്ന് ഉറപ്പിച്ചിരിക്കുക. അതുകൊണ്ട് പുള്ളി പറഞ്ഞു, നിങ്ങൾ എന്റെ കൂടെ വന്ന കുറഞ്ഞ പക്ഷം ചിലപ്പോൾ എത്തിയേക്കും. ഇതായി പറഞ്ഞേ. അത് കർത്താവ് പറയാണ്, എന്റെ ദാസന്മാർ, എന്റെ മക്കൾ, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുകയും അവർ അപരന്റെ ശബ്ദം കേൾക്കാതെ എന്നെ അനുഗമിക്കുകയും ചെയ്യും. അപ്പൊ നോക്ക്, എന്റെ പിതാവിന്റെ മനസ്സിൽ ഒന്ന് പറഞ്ഞേ, പിതാവിന്റെ മനസ്സിൽ. അതിന്റെ അർത്ഥം എന്നറിയോ? നീ ക്രിസ്തുവായി മാറുമ്പോഴാണ് പിതാവിനെ വെളിപ്പെടുത്തിയ ക്രിസ്തു നിന്നിൽ നിന്ന് വെളിപ്പെടുന്നു. അത് കർത്താവ് പറയുക, ഞാൻ മനസ്സലിവുള്ളവൻ, ഞാൻ എന്റെ പിതാവിനെ പോലെ മനസ്സലിവുള്ളവൻ, നിങ്ങളും അങ്ങനെ തന്നെ മനസ്സലിവുള്ളവൻ ആകുവിൻ. ഞാൻ അനേകർക്ക് വേണ്ടി എന്റെ ശരീരത്തെ എന്ത് ചെയ്യാൻ പോവാ? നമ്മള് ഈ ചോക്ലേറ്റ് പോലും നേരാൻ വണ്ണം എന്ത് ചെയ്യും? കൊടുക്കുമ്പോ കൈവിറക്കില്ലേ? നമുക്ക് ഇഷ്ടമുള്ളവർക്ക് ലേശം വരും, കുറഞ്ഞവർക്ക് കൊടുത്തതിന് വേണ്ടി അതിന്റെ വിലയ്ക്ക് ഒത്തവണ്ണം കൊടുക്കും. ഇല്ലെങ്കിൽ ആരും ഇല്ലാത്തപ്പോ എടുക്കും. ഹല്ലേലൂയ. ചിലരുണ്ടല്ലേ, കൊതിയുള്ള സാധനം രാത്രി എല്ലാവരും ഉറങ്ങിയ ശേഷം പതിച്ചെടുത്ത് വെച്ചാൽ ഉറങ്ങുന്നില്ല. ഇല്ല, ഉറക്കം വരുന്നില്ല. ഞാൻ കുറച്ചുകൂടെ പ്രാർത്ഥിച്ചിട്ട് കിടക്കാം. 12:05 മൂത്രമൊഴിക്കാൻ എഴുന്നേറ്റ് പോകുമ്പോ കാണാം അവിടെ നിന്ന് കുറച്ചോണ്ടിരിക്കും. പെട്ടെന്നൊരു വിഷം. ആമേൻ. പുറത്തു നോക്കൂ ദൈവമക്കളെ, ഞാനിങ്ങനെ ഒരു നിങ്ങളുടെ ഹൃദയത്തിൽ ഒന്ന് കയറാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. എന്നാലും അതൊരു കാര്യമുണ്ട്. ഇവിടെ പറയുന്നു, നിങ്ങളുടെ പിതാവ് മനസ്സലിവുള്ളവനായിരിക്കുന്നു. എങ്കിൽ ആ മനസ്സലിവ് ആർക്കുണ്ടാകണം? ആ മനസ്സലിവ് എന്തെന്ന് താഴോട്ട് 2-3 വാക്യങ്ങൾ കിടപ്പുണ്ട്, നമുക്ക് വായിക്കാം ഉള്ള സമയത്തിനിടയിൽ. വായിച്ചു. അപ്പൊ നമ്മളെ ദൈവം എന്നെ വിധിച്ചിരുന്നെങ്കിൽ ഞാൻ എവിടെ ആവുക?
ദൈവം എന്നെ ഞാൻ എന്ന് പറഞ്ഞില്ലേ, ഈ അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് തൊട്ടടുത്ത റൂമിൽ കിടന്ന ആൾക്ക് HIV എന്ന് അറിയുന്നത് വരെ പിന്നെ ജീവ ചേച്ചിയുടെ ഒക്കെ ശുശ്രൂഷകൾ കണ്ടു കഴിഞ്ഞാൽ, ചേച്ചി വെള്ളം വേണോ ചേച്ചി, ചൂടുള്ള ഇരിപ്പുണ്ട്, ഫ്ലാസ്കിൽ ഇച്ചിരി ഇങ്ങോട്ട് തന്നെ അങ്ങോട്ട് തന്നെ പറഞ്ഞു. ഞാനവിടെ പുറത്ത് കറങ്ങി കിടക്കുമായിരുന്നു. അല്പം ഇടി വീണതുപോലെ റൂമെല്ലാം അടഞ്ഞു കിടക്കും. അവരുടെ റൂമെല്ലാം അടച്ച നമ്മളപ്പം എല്ലാം അടഞ്ഞു കിടക്കുക. കാരണം കാര്യം അറിയുമ്പോൾ നമ്മൾ ആളാരെന്ന് വിളിക്കുന്നത്. ഹല്ലേലൂയ. സംഗതി എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും, ഇന്നലെ ഒരാൾ എന്നോട് പറയുകയാണെ, ഒരു ഭർത്താവും ഭാര്യയും ജീവിച്ചിരിക്കുമ്പോൾ ആദ്യം മരിക്കേണ്ടത് ഭർത്താവാണ്. അയാൾ പറയാം, അയാൾ പച്ച മനുഷ്യനായിട്ട് പറയുക. പിന്നെ അതൊക്കെ കാര്യം എനിക്ക് മനസ്സിലായി. ഭാര്യ മരിച്ച പുരുഷന്റെ അവസ്ഥ വളരെ ദയനീയമാണെന്നാണ് പറഞ്ഞു വന്നത്. ഹല്ലേലൂയ. ഒരു ഭാര്യയും ഭർത്താവും എന്നൊക്കെയുള്ള ബന്ധങ്ങൾക്കകത്ത് ഒരുപാട് മൂല്യങ്ങളുണ്ട്. കുടുംബ ബന്ധങ്ങൾക്കകത്ത് ആണ് ദൈവമക്കളെ കുടുംബം സ്ഥാപിച്ചത് ദൈവമാണെന്നും, കുറഞ്ഞ പക്ഷം വീട്ടിനകത്തെങ്കിലും മനസ്സലിവുള്ളവരാകണം. എത്ര പേർക്ക് മനസ്സിലായി? മനസ്സ് അലിവുള്ളവർ ആകണം. അതിന് നമുക്ക് വേറെ ആരുമല്ല മാതൃക, യേശുവാണ് മാതൃക. അടുത്തിരിക്കുന്ന കരം കൊടുത്ത് പറയുക, യേശുവാണ് മാതൃക. എന്റെ മാതൃക ആരാണ്? ഒരു പാസ്റ്ററും പൂർണ്ണരല്ല. അതാദ്യം തിരിച്ചറിഞ്ഞോളൂ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്നെ കുറ്റം പറയാൻ പറ്റുന്നത്. ഞാൻ പൂർണ്ണനല്ല. എന്നാൽ എന്റെ അകത്തിരിക്കുന്ന ആത്മാവ് പൂർണ്ണതയുള്ളതാണ്. ഈ സത്യവചനം പൂർണ്ണതയുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ആരെയും വിധിക്കരുത്. അടുത്ത ആൾക്കാരെ കൊടുത്ത് പറയും, വിധിക്കരുത്, ആരെയും വിധിക്കരുത്. ആമേൻ. ഹൈക്കോടതി ജഡ്ജി തോറ്റു പോകും നമ്മളെ വിധിയൊക്കെ കേട്ട് കഴിയും. നമ്മളെ നിരൂപണങ്ങൾ കേട്ട് കഴിഞ്ഞാലേ ഒരു ഉപന്യാസമൊക്കെ വരയ്ക്കാൻ എത്ര സമയം വേണം എഴുതി വെക്കാനായിട്ട്? വിധിക്കരുത്. വായിച്ചേ, നമ്മൾ വിധി കണ്ടോ. ഈ മനസ്സറിവിന്റെ ഒരു കാര്യം പറയുകയാണ്. പിതാവ് നിന്നെ എന്ത് ചെയ്തില്ല, നീയും വിധിക്കരുത്. മനസ്സിലായും? കർത്താവിന് മൊത്തം കൊടുത്താണ് കുറ്റവും കുറവും പറഞ്ഞ് നമ്മളൊരു വിധിക്കുന്ന ഒരു പരീക്ഷനില്ലേ? ഇല്ലേ? ഇതും കൊണ്ട് സ്വർഗരാജ്യത്തിൽ പോകാൻ പറ്റില്ല. ആർക്കും സങ്കടമില്ലല്ലോ. അതാണ് എന്റെ വിഷയം. കർത്താവ് പറയാണ്, ഞാൻ നിങ്ങൾ എന്ത് ചെയ്തില്ല, വിധിച്ചില്ല. എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? നിങ്ങൾ ന്യായവിധിക്ക് ഈ ചാകാത്ത മുഴുവൻ കെടാത്ത തീ എന്നൊക്കെ പറയുമ്പോഴേ നമുക്കൊരു കഥ കേൾക്കും പോലെയുള്ള ഒരു ഭാവനയേ ഉള്ളൂ, അല്ലേ? പടത്തിൽ വരച്ചിരിക്കുന്ന അഗ്നി തടാകം. ഇതൊരു അഗ്നി തടാകമാണെങ്കിൽ അങ്ങനെ ചിന്തിച്ചാൽ ഇതൊരു അഗ്നി തടാകം. ഇവിടെ ഒരു ചാകാത്ത കെടാത്ത തീ എവിടെ? അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഭാരപ്പെടാത്തത്. ദൈവവചനത്തെ ആത്മാവിൽ തന്നെ ഗ്രഹിച്ചുകൊള്ളണം. ഹല്ലേലൂയ. അതുകൊണ്ട് ഭയപ്പെട്ട് ജീവിക്കണം എന്നല്ല, അതിലേക്ക് പോകാതിരിപ്പാൻ നീ മനസ്സലിവുള്ളവനായിരിക്കണം. അപ്പൊ ഇന്ന് സഭയോട് പറയുന്നു, നീ ആരെയും എന്ത് ചെയ്യരുത്, വിധിക്കരുത്. പുറത്തു അതിൽ നിന്ന് നിന്റെ ഭർത്താവിനെ വിധിക്കരുത്, നിന്റെ ഭാര്യയെ വിധിക്കരുത്, നിന്റെ മക്കളെ വിധിക്കരുത്, നിന്റെ പാസ്റ്ററെ വിധിക്കരുത്, അയൽവക്കക്കാരെ വിധിക്കരുത്. നിന്നെ കുറ്റം വിധിച്ചവൻ എന്ത് ചെയ്യരുത്, പ്രാകരുത്. അത് വിധിയല്ലല്ലോ, പ്രാക്കൽ കിട്ടൂടാ. ദൈവം തന്നെ ഉണ്ടെങ്കിൽ നമ്മളുടനെ കുരിശടി പ്രാർത്ഥനക്കാരൻ ദൈവം ഉണ്ടെങ്കിൽ, അമ്മയാണ് സത്യം, നിന്റെ മേലിൽ പരിപാടി നടക്കും. അപ്പോഴാണ് വാർത്ത വരുന്നത്, വീട്ടിനകത്ത് കട്ടളപ്പടി ഒടിഞ്ഞു വിടുന്നത്. എനിക്കറിയാം, എന്റെ ദൈവം ജീവനുള്ള ദൈവമാണ്. പ്രവർത്തിച്ചത് കണ്ടു. ഇത് യേശു ചെയ്തതാണെന്ന് യേശുവിന്റെ അക്കൗണ്ടിൽ ഇട്ടിട്ട് അടുത്ത ആഴ്ച സഭയിൽ ഒന്ന് സാക്ഷ്യം പറയും. കഴിഞ്ഞ ഒരാഴ്ചക്കാലം എന്നെ നടത്തിയ നല്ല ദൈവം നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി എന്റെ അയൽവാസിയുടെ കഴിക്കോൽ ഒടിച്ച് ദൈവം എനിക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്തു തന്നിരിക്കും. ഉള്ളത് പറയാം, അത് ഇതുമായിട്ടൊരു ബന്ധവും. അടുത്ത വാക്യം,
ഞാൻ പറയുന്നതേ നിസ്സാരമായിട്ട് എടുക്കരുതേ. നമ്മൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞ് ചിരിച്ച് കളയുന്ന കാര്യങ്ങളായിരുന്നു. കർത്താവ് പറയുന്നു, നീ ആരെയും എന്ത് ചെയ്യണ്ട, വിധിക്കണ്ട, ഞാനും നിങ്ങളെ വിധിക്കുന്നില്ല. സന്തോഷമുണ്ടോ കേട്ടിട്ട്? തന്നെ മനസ്സിലായി, അപ്പ അങ്ങനെയാണോ അപ്പ, ഞാൻ ഇനി ആരെയും വിധിക്കത്തില്ല. ടേക്ക് എ ഡിസിഷൻ, ടേക്ക് എ ഗുഡ് ഡിസിഷൻ. ഞാൻ ഇനി ആരെയും എന്ത് ചെയ്യില്ല, വിധിക്കില്ല. ആമേൻ. അടുത്ത, വിധിക്കരുത് എന്നാൽ നിങ്ങളെയും വിധിക്കയില്ല, ശിക്ഷയ്ക്ക് വിധിക്കരുത് എന്നാൽ നിങ്ങൾക്കും ശിക്ഷാവിധി ഉണ്ടാകും. നമ്മൾ ആരെയും ശിക്ഷിക്കാൻ യോഗ്യരല്ല. ഹല്ലേലൂയ. നമ്മൾ ഭൂമിയിലെ ന്യായ ജഡ്ജിയൊന്നും ആകാൻ ആഗ്രഹിക്കരുത്. ആരും ലോയർ പഠിച്ച് ഇരിക്കാന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കേണ്ട. ആവശ്യമില്ലാത്ത കാര്യത്തിൽ തലയിടരുത്. ദൈവ വിഷയമായി സമ്പന്നനാകുവിൻ. ദൈവം നിങ്ങളെ അയക്കേണ്ട ദേശത്ത് അയക്കും. ജോലി ഉണ്ടെങ്കിൽ തരും. നിങ്ങളുടെ കയ്യിൽ സമ്പത്തേൽപ്പിക്കും. അപ്പോഴും കർത്താവിനെ തന്നെ ഒന്നാം സ്ഥാനത്ത് വെച്ചുകൊള്ളു. ഒന്നിനും കുറവ് കാണുകയല്ല. ഹല്ലേലൂയ. നിങ്ങൾ പദവി ആഗ്രഹിച്ചാലും അതിന് മുകളിലത്തെ പദവിയിലേക്ക് ദൈവം കൊണ്ടുപോകും. ഞാൻ തമാശ പറഞ്ഞല്ല. രാജാക്കന്മാരുടെ ഇടയിൽ ഇരുത്തി ദൂതറിയിക്കുന്ന ശുശ്രൂഷയ്ക്ക് വിളിക്കുമെന്ന് പറയുമ്പോ എന്ത് യോഗ്യതയപ്പോ, കണ്ണീരൊന്നും തീരുന്നു. അതങ്ങ് തന്നെ വെളിപ്പെടുന്ന വിചാരം. ദൂത് വന്നാൽ നീ എന്ത് ചെയ്യണം? ദൂത് പറഞ്ഞവൻ ആരെന്ന് അറിയണം. നീ ആ വഴി അനുഗമിക്കണം. അപ്പോ നിന്നെ കൊണ്ടുപോകാനുള്ള വാഹനം എന്ത് ചെയ്യും? അഴിയിട്ട വാഹനമല്ല. അവിടെ നിന്ന് ആദരവോടെ അയക്കുന്ന വാഹനം വന്ന് കൊണ്ടുപോകും. യു ആർ ദ അംബാസിഡർ. എവിടത്തെ? ഹെവൻലെ അംബാസിഡർ ആണ്. ദൈവ നിശ്ചയപ്രകാരം വന്ന് കൊണ്ടുപോകും. ആമേൻ. വിശ്വസിക്കുന്നവർ കരമർത്തി കർത്താവിനെ മഹത്വപ്പെടുത്താട്ടെ. അടുത്ത, ശിക്ഷ വിധിക്കരുത്. അടുത്ത കേട്ടില്ല. അടുത്ത, അത് കഴിഞ്ഞു. ആ, അപ്പൊ ജനത എന്ത് ചെയ്യണം? അങ്ങ് വിട്ട് കളയാനല്ല പറഞ്ഞേ. ചില കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്? എവിടെ പോകുമ്പോൾ ഇതും പിടിച്ചോണ്ടാണ് പോക്ക്. ഞാൻ എന്ത് ക്ഷമിക്കാം, പക്ഷേ ആ 12-ാം തീയതി രാത്രി എന്നോട് പറഞ്ഞ കാര്യമുണ്ട്, അത് ക്ഷമിക്കാൻ പറ്റുക. അങ്ങനെയുള്ള ചില കാര്യങ്ങളെ പിടിച്ച് വെച്ചിട്ടില്ലേ? ബദ്ധന്മാരെ വിടുവിക്കാതെ വെച്ചിട്ടുണ്ടോ ഇല്ലയോ? സുവിശേഷം കേട്ടിട്ട് ബദ്ധന്മാരെ വിടുവിക്കാനാണ് പറഞ്ഞിരിക്കണേ. നമ്മളപ്പുറത്ത് പല ഭവനങ്ങളിൽ പോയി ബദ്ധന്മാർ വിടുവിക്കപ്പെടട്ടെ എന്നാൽ ഇന്ന് രാത്രി ദൂത് വിളിച്ചു പറയുന്നു, നിങ്ങൾ ചിലരെ ബദ്ധന്മാരായി അകത്ത് വച്ചിരിക്കുന്നു, ചിലരെ നിങ്ങൾ കോപത്തോടകത്ത് സൂക്ഷിച്ചു വച്ചിരിക്കുന്നു, ചിലരോട് പക പെരുത്തു വച്ചിരിക്കുന്നു. ആത്മാവിൽ വിളിച്ചു പറയുന്നത് വിടുവിക്കപ്പെടട്ടെ. വിടുവിക്കോ? മാനസാന്തരം. ഹല്ലേലൂയ. നിന്റെ പിതാവ് മനസ്സലിവുള്ളവനായിരിക്കുന്നത് പോലെ, ശിക്ഷ വിധിക്കാത്തവനായിരിക്കുന്നത് പോലെ, ഒരു പരിധി, ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട് കേട്ടോ ശിക്ഷാവിധി. അതുപോലെ നമ്മളും ആയിരിക്കും. ബദ്ധന്മാരെ വിടുവിക്കോ? വിടുവിക്കോ? ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു മുള്ളു തറച്ചു കയറിയിരിക്കുന്നു. വെളിപ്പാട് വേണം. ഈ വെളിപ്പാട് പറയും തന്നെ പാസ്റ്റർ മുള്ളു തറച്ചു കയറിയിരിക്കും. കൃഷ്ണപ്രിയ എന്നെ കുത്തി, ആ മുള്ളാണ് ഇരിക്കണേ. ചില മുള്ളുകൾ അങ്ങനെ അങ്ങ് വച്ചേക്കോ, ആസ്വദിക്കോ. ചില മുള്ളു വെച്ചിട്ട് വിടുവിക്കോ? അമ്മച്ചിക്ക് എന്ത് കൃഷ്ണപ്രിയ, അതുകൊണ്ടാ പറഞ്ഞു സൗമ്യ വിടുവിക്കോ? ഹല്ലേലൂയ. ചിലരെന്ത് ചെയ്യണം? ചിലരോടുള്ള കോപം, കയ്പ്, വെറുപ്പ്, നീ അത് ഹൃദയത്തിൽ സൂക്ഷിക്കരുത്. നിന്റെ പിതാവ് മനസ്സലിവുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും മനസ്സലിവുള്ളവരായിരിക്കും. അടുത്ത, കണ്ടോ? ഇതെല്ലാം യേശു പറഞ്ഞല്ലേ. നമ്മൾ ചിലരെ വിടാതെ പിടിച്ചോണ്ടിരുന്നാലോ? ചിലർ നൊസ്റ്റാൾജിയ പിടിച്ചോണ്ടിരിക്കുന്ന ഇരിപ്പാണ്.
കള്ളു കുടിച്ചുകൊണ്ടിരിക്കുന്നവരെ പോലെ നൊസ്റ്റാൾജി ചെയ്തിരിക്കുക. അതിനെയും വിടാനാ പറയുന്നേ. ചിലരുള്ള ദേഷ്യം വിടുന്നില്ല. ദൈവമക്കളെ വലിയൊരു കാര്യം പറയാം, സൗഖ്യം പ്രാപിക്കേണ്ടതിനൊരു കാര്യം പറയാം. ഹൃദയത്തിനകത്ത് കയ്പും വെറുപ്പും വിദ്വേഷവും നിന്റെ ജീവിത പങ്കാളിയോട്, നിന്റെ മക്കളോട്, തലമുറകളോട്, ബന്ധങ്ങളോട്, രക്തബന്ധങ്ങളോട് ആദ്യം നിരപ്പിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. അപ്പനെയും അമ്മയും ബഹുമാനിക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ എന്ന വചനം പറയും. കൽപ്പനയാണ് ദൈവത്തിന്. നീ താനെ ഇങ്ങോട്ട് പൊട്ടിമുളന്ന് മണ്ണിൽ നിന്ന് ഇങ്ങനെ ഈ പാഴ്ചെടി ഉരുവായി വന്ന പോലെ വരികയല്ല. നമ്മൾ കണ്ടിട്ടുണ്ട് ഈ വിത്തൊക്കെ ആരും കൊണ്ടിട്ട് ഇവിടെ വെണ്ട വിത്ത് ഞാൻ വെച്ചു, പക്ഷെ അപ്പുറത്തുനിന്ന് മുളച്ച ഈ കമ്മ്യൂണിസ്റ്റ് വെച്ചയുടെ വിത്താരിട്ടു. അതിന്റെ അപ്പുറത്ത് പറഞ്ഞ തൊട്ടാവാടിയുടെ വിത്ത് ഞാൻ വിതച്ചില്ല, ആരിട്ടു? അപ്പുറത്തെ രാമൻകുട്ടി കൊണ്ടിട്ടോ, ശ്യാമള കൊണ്ടിട്ടോ. എന്നിട്ട് ഇതെല്ലാം തഴച്ചു വളരുന്നില്ലേ? ദൈവത്തിന്റെ കർത്തൃത്വത്തെ ചോദ്യം ചെയ്യാൻ എനിക്ക് അവകാശമുണ്ടോ? എന്നിട്ട് ഞാൻ ഇട്ട വെണ്ടയ്ക്ക് എന്തിങ്ങനെയെന്നാ ഞാൻ ചോദിച്ചോണ്ടിരിക്കണം. നീ നേരെ ഉമ്മായിട്ടേക്ക് മതിയായിരുന്നു. നീ ആവശ്യമില്ലാതെ തടവെടുത്തൊക്കെ വെച്ച്, അതുകൊണ്ടാ കുരുട് കയറി. ദൈവജനം പറയുന്നു, നീ ആരെയും എന്ത് ചെയ്യണ്ട, ശിക്ഷിക്കരുത്. അടുത്ത വാക്യം. എന്നാൽ നിങ്ങൾക്ക് കിട്ടണം, അമർത്തി കുലുക്കി കവിയുന്നൊരു നല്ല അളവ് നിങ്ങളുടെ മടിയിൽ തരും. കൊടുക്കാൻ പറയുക, കൊടുക്കാൻ പറയുക. 10 രൂപ ആണെങ്കിൽ നമ്മളിവിടുന്ന് പാട് നമുക്കറിയാം. ചിലരുടെ ചോദിച്ച് വായിക്കാം, എന്തിന് 10 രൂപ? ചില വസ്ത്രം കൊടുക്കുന്നുണ്ടിട്ടുണ്ട് ദൈവമക്കളെ. 990 വർഷം ഇട്ട വസ്ത്രമാണ് അനാഥർക്കൊക്കെ പറഞ്ഞ് കൊടുക്കുന്നു. ഒരു 3 എണ്ണം ഇട്ടതും 1 പുതിയതും കൂടെ എടുത്താൽ എന്താ കുഴപ്പം? അലമാരിയിൽ ഉണ്ടെങ്കിൽ എടുക്കാമല്ലോ. ഹല്ലേലൂയ. ഇനി പറയുന്ന ഹൃദയം കൊണ്ട് കൊടുപ്പിൻ, ദൈവത്തിന് എന്നവണ്ണം എടുപ്പിൻ. ആമേൻ. കൊടുത്തതിനെ ഓർത്ത് അയ്യോ പട്ടിന്റെ കസവ് പോയി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത്. നീ അത് ഭിക്ഷ കൊടുത്തു എന്നതുപോലെ തന്നെ കരുതണം. അപ്പോൾ നിനക്ക് ലഭിക്കുമെന്ന് വചനം പറയും. വിതയും കൊയ്ത്തിന്റെ ഒരു മർമ്മം മനസ്സിലായോ? ഭാരപ്പെട്ട് പ്രയാസപ്പെട്ട് വിതയ്ക്കരുത്. സ്തോത്രക്കാഴ്ച ഭാരപ്പെട്ട് പ്രയാസപ്പെട്ട് ഇടരുത്. ഓ ഭാഗ്യം, പറഞ്ഞു തന്നാൽ വല്ലാത്തൊരു ഭാരം, ഒരു പ്രയാസം. ഹല്ലേലൂയ. നിന്റെ ദശാംശം എടുക്കുമ്പോ ഈ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, വീടിനകത്ത് പഴത്തിന്റെ ബഹളം. 1 കൊല കൊണ്ട് കിട്ടും, അത് തീരുമ്പോഴേക്കും 2 കൊല വരും. അത് കഴിഞ്ഞ് നോക്കിയപ്പോ എന്റെ കൂട്ടുകാരൻ പാസ്റ്റർ കപ്പക്കൊലയും മുറിച്ചുകൊണ്ട് വന്നു. എല്ലാം ഞാനിങ്ങനെ നിരത്തി കെട്ടിങ്ങനെ ആ പഴയ പഴപ്പുതിയനായ ജീവനങ്ങനെ നോക്കി നിൽക്കുവാണ്. ആ പഴയ പഴപ്പുതിപ്പില്ല. ഞാൻ ദൈവത്തിന്റെ ഒരു പ്രവൃത്തി ഇങ്ങനെ ചിന്തിക്കണം. അത് കഴിഞ്ഞ് നോക്കിയപ്പോ കഴിഞ്ഞ ദിവസം സഹോദരിയും കൊണ്ടുവന്നു അര പാക്കറ്റിൽ കുറെ പഴം. അപ്പൊ ഈ ദൈവം തരുമ്പോ കുലുക്കി തരും. അപ്പൊ ഞാൻ ദൈവപ്രവൃത്തിയായിട്ടാണ് കണ്ടത്. അതുകൊണ്ടൊന്നും വിൽക്കാൻ പോയില്ല. വിൽക്കാൻ പോയപ്പോൾ ആൾക്കാർക്കും വേണ്ട, ഞങ്ങൾ നേരത്തെ കെട്ടി. നമ്മൾ കൊണ്ടുപോകുന്നതിന് വിലയില്ല. അതെല്ലാം സഭയ്ക്ക് സമൃദ്ധിയുടെ വിളമ്പാനുള്ളതാണ്. നീ അതുകൊണ്ട് വിറ്റ് കാശാക്കാം. അവിടെ നിങ്ങൾ കൊടുക്കുമ്പോണ്ടല്ലോ അതിനകത്തൊക്കെ ഒരു 100 പേര് മടങ്ങി വരവുണ്ടെന്ന് ഓർത്തോളൂ. 1 കിലോ അരി എടുക്കുമ്പോൾ ഓർത്തോ അതിന്റെ മേലെ 100 മടങ്ങായി മടങ്ങി വരുന്നൊരു. അതുകൊണ്ട് ദൈവകാര്യങ്ങളിൽ പിശുക്കും ശുഷ്കാന്തി ഇല്ലായ്മയും കാണിക്കരുത്. ഇപ്പൊ നമ്മൾ കൺവെൻഷൻ നടത്തി, ഏകദേശം ഒരു 1.5 ലക്ഷത്തിനടുത്തുണ്ട് ചെലവ്. എങ്കിലും ദൈവം നടത്തിയ വഴികളെ ഓർത്താൽ ഞാനൊരിടത്തും ഭാരപ്പെട്ട് എന്ത് ചെയ്യുന്ന ആലോചിച്ചോണ്ടിരിക്കും. കർത്താവേ, നാളെ പന്തലുകാരനെ എങ്ങനെ കൊടുക്കും? ഇങ്ങനെ ഇരുന്നില്ല. സത്യം പറയാം, നമ്മുടെ ദൈവം മഹാദേവൻ. ആമേൻ. സുവിശേഷം ദൈവത്തിൻ്റെതെങ്കിൽ ദൈവമക്കളെ നിങ്ങൾ ദൈവത്തിൻ്റെതാണ്, നാം ദൈവത്തിൻ്റെതാണ്. നമ്മളെ കുറിച്ച് അപ്പനൊരു പദ്ധതിയുണ്ട്. എന്റെ അപ്പൻ സമ്പന്നനാണ്.
നേരത്തെ പറഞ്ഞ കഷ്ടത്തിന്റെ വിഷയം മനസ്സിലായോ? കഷ്ടം സഹിപ്പാനും വരം തന്നിരിക്കുന്നു. എന്ത് കഷ്ടമെന്നും ഇവിടെ പഠിപ്പിക്കണം. സുവിശേഷ നിമിത്തം നമുക്കൊരു കഷ്ടമുണ്ട്, ശരിയല്ലേ? ഒരു വീട്ടിൽ കയറി 1 മണിക്കൂർ സുവിശേഷം പറയണമെങ്കിൽ വേറെ ചിലത് വേണ്ടാന്ന് വെക്കണ്ടേ? കനുഭവത്തിന് മൊത്തം കൊടുത്താട്ടെ. വെറുതെ ഇരുന്ന് മൊബൈൽ മാറുന്ന സമയം വേറെ വീട്ടിൽ പോയിരുന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ ഒരു വില കൊടുക്കണ്ടേ? നിന്റെ മക്കളോടുകൂടെ ഇരിക്കേണ്ടുന്ന സമയം സുവിശേഷത്തിനായി മറ്റൊരു വ്യക്തി രക്ഷിക്കപ്പെടേണ്ടതിന് പോകുമ്പോ, ദൈവത്തിന്റെ കൽപ്പനയായി പോകുമ്പോ ഒരു വില കൊടുക്കണ്ടേ? ചിലപ്പോ അവിടെ സ്വത്രക്കാഴ്ച കിട്ടാതിരിക്കാം, ഇല്ലെങ്കിലും ദൈവം കളപ്പുരയിൽ അത് ശേഖരിച്ചിട്ടുണ്ട്. ആമേൻ. പറയും സുവിശേഷ നിമിത്തം കഷ്ടമുണ്ട്. ചാണകം കിടക്കുന്നുണ്ട്, ഞാൻ ചാണകത്തിൽ ചവിട്ടിയിട്ട് കഷ്ടമായി പോയി എന്ന് പറയരുത്. കാരണം ചവിട്ടാതിരിക്കാനുള്ള ബുദ്ധി ആരെനിക്ക് തന്നിട്ടുണ്ട്. നിന്റെ വഴികളെ നീ നോക്കി നടക്കണം. അടുത്ത വാക്യം. ഇത് നിങ്ങൾ തിരിച്ചറിയണം ദൈവമക്കൾ. അമർത്തി, കുലുക്കി, കവിയുന്ന 3 കാര്യങ്ങൾ അതിനകത്ത് പറയുന്നു. അമർത്തി, കുലുക്കി, കവിയുന്ന. അമർത്തി തന്നിട്ട് കർത്താവിന് എന്ത് ചെയ്യില്ല, തൃപ്തി വരില്ല. വീണ്ടും എന്ത് ചെയ്യും? ഒന്നുകൂടെ കുലുക്കി, എന്നിട്ട് പിന്നെ എന്ത് ചെയ്യും? അതിങ്ങനെ എടുത്തോണ്ട് പോകുമ്പോ കവി. അതുകൊണ്ട് 12 കുട്ടയെ ചെയ്യുന്നത് ഓഹോയ് ഓഹോയ് ഓഹോയ്. ശിഷ്യന്മാര് പോവാ. ഇങ്ങോട്ട് വന്നതോ എന്താവോ, ഭക്ഷണം വല്ലതും ഉണ്ട്, അറിയില്ല. പൈസ ഉണ്ടോ, അറിയില്ല. അന്തരേസ് മാത്രം കള്ളം കണ്ടിട്ട് വെച്ചു. 5 അപ്പവും 2 വീടും ബാലന്റെ കയ്യിലുണ്ട്. ഇടയ്ക്ക് പതുക്കെ അവരെയും വിളിച്ചോണ്ട് പോയി സുവിശേഷം പറഞ്ഞ് ഷെയർ ചെയ്യാന്ന് വെച്ചതാ. പക്ഷേ ഇവർ തിരിച്ചു പോയത് എങ്ങനെയാ? 12 കുട്ട അമർത്തി, കുലുക്കി, കവിയുന്ന അളവില് ഇവരെല്ലാം പറയാണ്, ഗോപാല നിനക്കാണോ? ഞങ്ങളിപ്പോ കഴിച്ചത് അല്ല, ഇതിലിപ്പോൾ കുറച്ച് വേണ്ട, കൊണ്ടുപോകുന്നില്ലേ ഞങ്ങൾ എഴുതേണ്ട. സഭ അനുഗ്രഹിക്കപ്പെടും. വിശ്വസിക്കുന്നവൻ അനുഗ്രഹമായി തീരും. ഹല്ലേലൂയ. കർത്താവിനോട് നടക്കുന്നവൻ പരാജയമല്ല. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവർ ലജ്ജിച്ചു പോകാൻ ഇടവന്നതുമില്ല. ചേറുപാട് കർത്താവെ ലജ്ജിപ്പാൻ ഇടവരുത്തരുതേ അപ്പ, ഇടവരുത്തരുത്. അതിനർത്ഥം നീ എന്തെങ്കിലും ചെയ്തെങ്കിൽ ലജ്ജിപ്പിച്ചു കളയുന്നുള്ള ഒരു വക്കാലത്ത് പ്രാർത്ഥന ഇനി പ്രാർത്ഥിക്കരുത്. അതിനെന്താണ് പറഞ്ഞേ? ലജ്ജിപ്പാൻ ഇടവരുത്തില്ല. നമ്മളെന്താ പ്രാർത്ഥിക്കുന്നത്? കർത്താവെ ലജ്ജിപ്പാൻ നീ ഇടവരുത്തരുതേ. ഞാനിങ്ങനെ കുറച്ച് കള്ളപ്രാർത്ഥനകളെ കുറിച്ച് പറഞ്ഞു തരുമോ? നാണം കിടാൻ നീ ഇടവരുത്തരുതേ. കുറ്റം ആർക്കാ? എന്താ വെച്ചാൽ നൈസായിട്ട് ആർക്ക് കുത്തു കൊടുത്തോണ്ടിരിക്കുക? ഭർത്താവിനോട് കുത്തു കൊടുക്കും. ഇപ്പുറത്ത് പ്രാർത്ഥനയും കുത്തും. വചനം വിശ്വസിക്കാതെ. ലജ്ജിപ്പാൻ അവൻ ഇടവരുത്തില്ല. പിന്നെ നീ ലജ്ജിപ്പിക്കരുത്. ഹല്ലേലൂയ. കർത്താവ് പിശാചിന്റെ കയ്യിൽ വീഴാതിരിപ്പാ. അത് ഡേഞ്ചറാണ്. ആമേൻ. എന്തെങ്കിലും ഒന്നും ഇന്നില്ലെങ്കിലും പേടിക്കണ്ട, നാളെ ശക്തമായത് കർത്താവ് തരും. പതറിപ്പോണ്ട. കരങ്ങളിലെടുത്ത് കർത്താവിന് മൊത്തം കൊടുത്താട്ടെ. എല്ലാരും ഇവിടെ ഉണ്ടോ? നീ ഇവിടെ ഉണ്ടോ? ഇവിടെ പോയി അടുത്ത വായിച്ച അത് കഴിഞ്ഞു. എവിടെ തരുമെന്നാ പറഞ്ഞേ? ഇത് എത്ര വിശ്വസിക്കുന്നു ഈ വാക്ക്? ഇത് സത്യമായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ജീവന്റെ വചനമല്ല, യേശുവിന്റെ വചനമാണ്. ആ വാക്ക് കണ്ടോ? അമർത്തി, കുലുക്കി, കവിയുന്നൊരളവ്. വല്ലോന്റെ മടിയിലെല്ലാം കൊണ്ടുണ്ടേ. അവനവന്റെ മടിത്തട്ടിലേക്ക് ഇട്ട് നമ്മുടെ സങ്കടം എന്താണെന്നറിയോ? അവര് കൊടുത്തുകൊണ്ടേയിരിക്കും. എനിക്ക് മാത്രം എന്ത് ചെയ്തില്ല? അവക്ക് 5 ഭർത്താക്കന്മാരെ കൊടുത്തു, എനിക്കും. ആ വാക്യം കൊണ്ട് നിങ്ങള് അമർത്തി കുലുക്കി കവിയുന്നൊരളവ് അവനവന്റെ മടിത്തട്ടി തന്നാലല്ലേ അവനവന് സുഖമുള്ളൂ. ഹല്ലേലൂയ. ആമേൻ. ഇപ്പൊ ലതയ്ക്ക് 10 ലക്ഷം രൂപയുടെ ലോട്ടറി അടിച്ചെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എത്ര സന്തോഷം ഉണ്ടാവും? ഉവ്വ. ഇപ്പൊ സന്തോഷം. 5000 രൂപ ഷെയർ ചെയ്യാതിരിക്കണം. എന്നാ കർത്താവ് പറയുന്നു, വിശ്വസിക്കുന്നവന്റെ മടിത്തട്ടിലേക്ക്
ദൈവം കൊടുക്കുമെന്ന് വചനമാണ് പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് അപ്പുറത്ത് കർത്താവ് നീ 50,000 കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പുറത്ത് 1,00,000 കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് പരാതിക്കപ്പെടാൻ പോകരുത്. കാരണം കർത്താവ് പറയും 1-ാം മണി നേരത്ത് വന്നാലും 3-ാം മണി നേരത്ത് വന്നാലും എന്നിൽ പ്രതിഫലം പറഞ്ഞൊത്ത് ഞാൻ കൊടുക്കും. അടുത്ത വാക്യം, നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾ അളക്കുന്ന അളവിനാൽ. അപ്പൊ ഈ അളവ് പോലും കൊണ്ട് നടക്കുന്നവരോട് പറയുന്നു, അതിലും വലിയൊരു സ്കെയിൽ നിന്റെ പുറകെ നടക്കുന്നുണ്ട്. നമ്മൾ 30-ന്റെ സ്കെയിലിട്ട് പിടിച്ചോണ്ട് നടക്കണേ. നമ്മൾ ഇത്രയും സ്കെയിൽ പിടിക്കുമ്പോൾ ഇത്രയും വലിയൊരു സ്കെയിൽ നിന്റെ പുറകെ വരുന്നുണ്ട്. മനസ്സിലായി? കർത്താവ് മുഖത്തോട് അളക്കുന്നവനെ അടുപ്പിക്കരുത്, കുറ്റം പറയുന്നവനെ അടുപ്പിക്കരുത്. സൂക്ഷിച്ചാൽ മതി. മിണ്ടാതെ ഒരു 10 മിനിറ്റ് ഇരുന്നാൽ ഭോഷ്കിന്റെ ആത്മാവാണോ നല്ല ആത്മാവാണോ നമുക്കറിയാൻ പറ്റും. ഭോഷ്കിന്റെ ആത്മാവ് അളക്കാൻ തുടങ്ങും ആദ്യം. കമ്പാരിസൺ. ആമേൻ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു നീ ആരെയും അളക്കരുത്. അടുത്ത വാക്യം, അത് തീർന്നോ? മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം. ഏതാ? മത്തായി 5:38 മുതൽ വായിച്ച. ഞാനോ നിങ്ങളോട് പറയുന്നത് ദുഷ്ടനോട് എതിർക്കരുത്. ഇതൊരു സഭയോട്, ഇതൊരു ശക്തിയുള്ള ഒരു തർജ്ജന ഉപദേശമായി തന്നെ വയ്ക്കുന്നു. ഇത് ഹൃദയത്തിൽ തന്നെ എന്ത് ചെയ്തോണം? പോരാ, ഹൃദയത്തിൽ സംഗ്രഹിച്ച് പ്രവൃത്തിയിൽ ഇത് വെളിപ്പെടണം. എന്ന് വെച്ചാൽ നിങ്ങളോട് എതിർക്കുന്നവരോടും നിങ്ങളോട് ശണ്ട കൂടാൻ വരുന്നവരോടും നിങ്ങൾ എതിർക്കാൻ പോകരുത്. അത് പിശാചിന്റെ ഒരു തന്ത്രമാണെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളണം. വേണമെങ്കിൽ മാറി നിന്ന് അന്യഭാഷ പറഞ്ഞു, അവർക്ക് മനസ്സിലാകത്തില്ല. അവർ വിചാരിക്കുന്നതാണ് തെറി പറയണം. നിങ്ങൾ മുഖം മാറിപ്പോകരുത്. ഭാഷ അവരുണ്ടെന്ന് എന്തും കയറി ആമേൻ. മറ്റത് തോണ്ടാൻ വരുന്നവൻ നമ്മളെ മാന്തിക്കൊണ്ട് പോകാനാ വരുന്നത്. തോണ്ടൽ ആരംഭമാണ്. ആ വാക്യം വായിച്ചേ. മറ്റൊരു ഇങ്ങനെ മുണ്ട് പൊക്കാൻ തുടങ്ങിയുള്ളൂ. നമ്മൾ മുണ്ട് ഊരി എന്ത് ചെയ്തു? തലയിൽ കെട്ടരുത്. എത്ര മനസ്സിലായി? ഭയങ്കര പ്രാധാന്യമുണ്ട്. ആമേൻ. എത്ര സിമ്പിൾ ആയിട്ടാണ് അപ്പ ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. പക്ഷെ മനസ്സിലാവും. ഏതെങ്കിലും ഒരു ശത്രുവിന്റെ മുമ്പിൽ നമ്മൾ സാധനായിരിക്കും. ഇവിടെ ചിലർ പറയണമെന്നറിയോ, നീതി നിമിത്തമുള്ള കോപം. എനിക്ക് നീതി നിമിത്തം, എനിക്ക് ഈ നീതിയോട് കണ്ടു കഴിഞ്ഞാൽ ഞാൻ കോപിക്കും. നീ ജയിലിലാവുള്ളവരോടെയാണ് നീതി നിമിത്തം. ഹലോ, എല്ലാവരും ശ്രദ്ധിച്ചാണ്. ഇപ്പൊ നിർത്താം. അനീതി നിമിത്തം എന്തിനങ്ങനെ പറഞ്ഞു? ആ പാവമല്ലേ, അവന് പറയാമോ? കുഞ്ഞല്ലേ? നമുക്കാണ് പ്രശ്നം. കേട്ടവനും പ്രശ്നമല്ല, പറഞ്ഞവനും പ്രശ്നമല്ല. കേട്ടോണ്ടിരുന്ന നമുക്ക് നിന്നെ തന്നെയാ പിശാച് ടാർഗറ്റ് ചെയ്ത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു കാര്യം ശ്രദ്ധിച്ചോളണം, ദുഷ്ടനോട് നീ എന്ത് ചെയ്യാൻ പോരുത്? എതിർക്കാൻ പോരുത്. അല്ല, എതിർത്ത് നിന്നില്ലെങ്കിൽ ദുഷ്ടനോട് എതിർത്ത് നിൽക്കണമെന്നൊരു വചനം ഉണ്ടല്ലോ, അത് ഈ ദുഷ്ടനല്ല. ജഡരക്തങ്ങളോട് നീ എന്ത് ചെയ്യാൻ പോരുത് എന്ന് വെച്ചാൽ, നീ കായെന്ന് പറഞ്ഞാൽ അവർ കിക്കി എന്ന് പറയാൻ ഒരു വായ് അവിടെ ഉണ്ട്. എത്ര മനസ്സിലായി? ആരാടാ നീ, ഇതാടാ എന്ന് ചോദിക്കാൻ ഒരു വായ് അവിടെ റെഡിയാണ്. ആർക്ക്? സാത്താൻ. എന്നാൽ ദുഷ്ടനെ നീ തിരിച്ചറിഞ്ഞ് മൗനമായിരുന്നാൽ അവൻ കോലിട്ടിളക്കിയാലും അയ്യോ ഇത് ചത്തുപോയി, നിനക്ക് നാക്കില്ലേടാ 2 വർത്താനം പറയാൻ? നിന്റെ കയ്യിൽ തടിയില്ലായിരുന്നു, എടുത്ത് മണ്ടയ്ക്കൊന്നും അടിച്ചു കൊടുക്കാൻ? ഇല്ല, അത് ക്രൂശിക്കപ്പെട്ടിരിക്കുക.
കാരണം എൻ്റെ പിതാവ് എന്നോട് കരുണ കാണിച്ചത് കൊണ്ട് ഞാൻ ആരെയും എന്ത് ചെയ്യും? ചില വമ്പൻ മീശക്കാരൊക്കെ ബൈബിൾ കൊടുത്ത് നടക്കുമ്പോൾ അവരെടുത്ത് പാഷാണ്ടി എന്നൊക്കെ പറഞ്ഞാൽ അവരെന്ത് ചെയ്തു? ഒരു കുശാണ്ടി ഇല്ല, ഞാനില്ല. ഇല്ല. ചില ഗുണ്ടകളൊക്കെ ഒതുങ്ങി നടന്നിട്ടുണ്ടോ? ഒരു കൊട്ടേഷൻ ഉണ്ട് വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശാനെ ആശാൻ പല്ല് ഇല്ല, കിഡ്നി പോയിരിക്കുക, വരുന്നില്ല. പറ്റിയല്ല, പഴയതുപോലെ പറ്റിയല്ല. അവർക്ക് മനസ്സിലാവും, നമുക്ക് മനസ്സിലാവും. ശത്രുവിനോട്, ദുഷ്ടനോട് മനസ്സിലായോ? ഹലോ, മനസ്സിലായോ? അടുത്ത് കണ്ണിന് പകരം കണ്ണ്. ആ, അത് കഴിഞ്ഞു. താഴട്ടോ താഴട്ടോ. എന്ന് അരുളി ചെയ്തത് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടല്ലോ. ആ, ഞാനോ നിങ്ങളോട് പറയുന്നത് ദുഷ്ടനോട് എതിർക്കരുത്. ആ. നിന്നെ വലത് ചെങ്കത്ത് അടിക്കുന്നവര് മറ്റേതും തിരിച്ചു കാണിക്കാം. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ വിടുവോ? ഓടി രക്ഷപ്പെട്ടൂടെ? ആന ഉത്തമം എന്താന്ന് ചോദിച്ചാൽ ആന ഈ ചെവിടെ കൂടെ അടിച്ചു മുന്നോട്ട് ഓടാൻ കാല് വന്നിട്ടില്ലേ? ദുഷ്ടൻ അടിക്കാൻ വരുമ്പോ നിനക്കോടി രക്ഷപ്പെട്ടൂടെ? മാറിയുന്നൂടെ? ഹല്ലേലൂയ. ആമേൻ. ചിലതിനോട് ചുമ്മാ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ കുറിച്ചൊരു ഭയം അവർക്കുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി യേശുവിന്റെ നാമത്തിൽ പേടിച്ചു. സത്യമായിട്ട് പേടിച്ചു. പ്രാർത്ഥിക്കുന്നവരെ പേടിയാണ് പിശാചിന്, മനുഷ്യന് പേടിയാണ്. ഹല്ലേലൂയ. ഈ കഴിഞ്ഞ ദിവസം തന്നെ ഇന്നലെ അവിടെ ഹോസ്പിറ്റലിൽ നിൽക്കാൻ വന്ന ഒരാൾ 11:30 തൊട്ട് ബഹളം ഉണ്ടാക്കുക. പോണം പോണം പോണം. ഞാനൊരു 3:30-4 മണിയായപ്പോ വണ്ടി കൊണ്ട് നിർത്തിയിട്ട് കയറി പോകുമ്പോ പോണ്ട 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 എന്റെ കൂടെ നടക്കുക. ആമേൻ. ഇത് ഞാൻ ഇന്നലെ പറയുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണോ? ശത്രു ചാടിക്കടിക്കാൻ വരുന്നുണ്ടെങ്കിൽ നിന്നെ ഭയന്നിട്ടാണ്. അശൂർ പാളയം മുഴുവനും ഭയമാണ്. ആ ഭയം കൂടി നിന്നിട്ട് അവരെ തന്നെ വരച്ചോണ്ടിരിക്കുക. ഈ ഇപ്പുറത്തുനിന്ന് ആരും ഗിതയെ വരച്ചോണ്ടിരിക്കുക, അപ്പുറത്ത് അവരെന്ത് ഗിതയെ കുറിച്ച് അവർ വരച്ചോണ്ടിരിക്കുക. കർത്താവ് ഇവനെ എങ്ങനെ നന്നാക്കും? നമ്മൾ കർത്താവിന് വെടി പറഞ്ഞു കൊടുക്കണ്ട. കർത്താവ് നീ പൂരിയെ വിളി. പൂരി മറ്റേ നക്കി കുടിച്ച കൂട്ടത്തുള്ളതല്ല. എപ്പോഴും കൂടെ നടക്കുന്ന ബാല്യക്കാരൻ, അണ്ണ 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 വിളിക്കുന്നത്. അപ്പൊ പൂരി ചതിക്കില്ലെന്ന് ആർക്കറിയാം? പൂരി എന്തായാലും യുദ്ധം വന്നാലും ഇട്ടിട്ട് ഓടത്തില്ല. യശമാനെ നിന്നോടുകൂടെ ഞാനും ഇതാ പ്രാൻ, അങ്ങനെയുള്ളവരെ കൊണ്ടുപോയത്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞോളൂ, നീ പൂരിയെ കൂട്ടിപ്പോ പറഞ്ഞു. മറ്റവരവിടെ നിൽക്കട്ടെ 300 അകത്ത് ചെല്ലുമ്പോ വിറച്ചു കൊണ്ടുപോയി യോവാശിന്റെ മകൻ ഗിദയോൻ, അകത്തെ ഭർത്താവ്, അവരെല്ലാം കൂടെ വിറച്ചോണ്ടിരിക്കും. ഒരു യവത്തപ്പൂരിന്റെ ഒരു ദർശനം, ഒരു സ്വപ്നം കണ്ടിട്ട്. രണ്ട് ദൈവമക്കളെ, നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തി നാം അറിഞ്ഞില്ലെങ്കിൽ ആരറിയും? പ്രാർത്ഥിക്കുന്ന ശക്തിയാണ് നിറയും. എതിർക്കുന്നുണ്ടെങ്കിൽ നീ ഭയപ്പെടേണ്ട. അവൻ ഭയന്നിട്ട് അത്രേ. ചിലർ കണ്ടിട്ടില്ലേ, കോപിച്ചിരുന്നിട്ട് കള്ളം ചെയ്തിട്ട് എതിർത്ത് നിൽക്കുന്ന ചില മക്കളെ കണ്ടിട്ടില്ല. മോനെ നിനക്ക് ചോറ് വേണോ? ചോറ്. ഒരു വലിയ കാര്യം ചോദിക്കരുത്, അതിനുള്ള ഒരു തന്ത്രം. പഠിച്ചോ? എനിക്കൊന്നും വേണ്ട. ഇനി പഠിച്ചോന്ന് ചോദിക്കരുത്. ഈ പരിപാടിയൊക്കെ പണ്ട് നടക്കും, ഇപ്പൊ നടക്കില്ല. ആത്മാവാ കളി. മക്കളെ, നിങ്ങള് വേണ്ടാത്തത് മാന്തിയാലും ജീനെ എഴുന്നേക്കടാ. എന്താപ്പാ ഇല്ല, അവള് മാന്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പൊട്ടനെങ്കിൽ എന്റെ ദൈവം എന്തല്ല? നിങ്ങളത് പറയേണ്ട ആവശ്യം. എന്റെ ദൈവം എന്തല്ല? ബുദ്ധിയില്ലാത്തവനല്ല, കാണാത്തവനല്ല, കരുതാത്തവനല്ല. ഹല്ലേലൂയ. എത്ര വിശ്വസിക്കുന്നു? അടുത്ത വാക്യം നിങ്ങളിത് ശ്രദ്ധിച്ചോ. നിന്നോട് വ്യവഹരിച്ചിട്ട് നിന്റെ പുതപ്പും കൂടെ. എന്റെ അമ്മ തന്ന പുതപ്പാണിത്. ചില ആൾക്കാരുണ്ടല്ലേ, എത്ര പൊളിഞ്ഞാലും അത് വിട്ടുകൊടുക്കുക. അതിനെന്ത് പറയുന്നു? ഞാൻ ഉള്ളൊരു കാര്യം, ഒരു മർമ്മം പറയട്ടെ. കൊടുക്കാൻ തയ്യാറായ എങ്ങനെയാണെന്ന് നോക്കണ്ട, അലമാര നിറയും. ഇന്നും കൊടുക്കാത്ത അലമാരകളിൽ ആ പഴയ ഇപ്പോഴിരിപ്പുണ്ടാവും.
കൊടുക്കുന്ന അലമാരകളിൽ തീരെ അല്ല, അതിങ്ങനെ മറ്റേ അമർത്തി കുലുക്കി നിറയും പോലെ നിറയും. അങ്ങനെ കൊടുക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ പുതിയത് കൊടുക്കാൻ ദൈവത്തിന്റെ ഹല്ലേലൂയ. വിശ്വസിക്കുന്നുണ്ടോ? നിനക്ക് ഭാഗമായത് മാത്രമല്ല നിന്നെ ഏൽപ്പിക്കുന്ന പുതിയത്, ചെറുത് വന്നാലും പെരുസ് വന്നാലും തരാനുള്ളത് നിന്നെ ഏൽപ്പിക്കും, പുതുസ് കൊടുക്കും. അടുത്ത വാക്യം മതി, ഇവിടെ വായിച്ചോട്ടെ. ഒരുത്തൻ നിന്നെ ഒരു നാഴിക വഴി നോക്കുവാൻ നിർബന്ധിച്ചാൽ രണ്ട് അവരോടുകൂടെ പോകും. അപ്പോ സമയത്രയെന്നറിയോ? 2:30 മണിയായി. പശുവിന് വെള്ളം കൊടുത്തിട്ടില്ല. പിന്നെയാണ് നമ്മൾ ചിലപ്പോൾ പറയേ, നിങ്ങളിപ്പോ അങ്ങോട്ട് പോകുമ്പോഴേ ഒരു 1.5 കിലോമീറ്റർ ഇപ്പുറം കൂടെ ഇങ്ങനെ കറങ്ങിപ്പോയാൽ ഒരാളവിടെ ഇറക്കാം. ഞാൻ ചില പറയാറുണ്ട്, നീ പോകുന്ന വഴിക്ക് ഈ അദ്ദേഹത്തെ കൂടെ അവിടെ ഉള്ളൂ, ഇപ്പൊ ചെന്നില്ലെങ്കിൽ പോരാ. എന്റെ അപ്പൻ എന്ത് പറയും, അമ്മ എന്ത് പറയും, പാസ്റ്റർ വേണമെങ്കിൽ വെക്കും. പറയാനൊരു അവസരം കിട്ടും. താങ്ക് യു. ആമേൻ. ഇവിടെ എന്താ വചനം എഴുതിയിരിക്കുന്നത്? ഒരുത്തൻ നിന്നെ ഒരു നാഴിക വഴി പോകുവാൻ നിർബന്ധിച്ചാൽ രണ്ട് അവരോടുകൂടെ. അപ്പൊ അങ്ങനെ ഒരു നിർബന്ധം വന്നാൽ സ്വർഗം നിശ്ചയിച്ചാണെന്ന് ഓർത്താണ്. നിങ്ങളുടെ പാസ്റ്റർ നിങ്ങളെ കുരുക്കുകയാണെന്ന് വിചാരിക്കരുത്. ഈ കിളി പോയ കോഴി നിൽക്കുമ്പോഴാണ് ആ സമീപിക്കുന്നത്. വന്നും പോയി, പെട്ടും പോയി. ഇനിയിപ്പോ ഇങ്ങനെ പറയുന്നത് കേൾക്കാതിരിക്കാനും വയ്യ. പ്രാകരുത് ദൈവം. നല്ല മനസ്സുണ്ടെങ്കിൽ ദൈവം വീണ്ടും വിളിച്ചേൽപ്പിക്കും. നീ അല്പത്തിൽ വിശ്വസ്തനെങ്കിൽ ദൈവം അധികത്തിന്റെ കാര്യവിചാരകനാണ്. സുവിശേഷത്തിൽ ടെസ്റ്റ് ചെയ്യുന്നത് പ്രസംഗത്തിലല്ല. പ്രസംഗിക്കുന്നതിന് മുമ്പ് ഇരുത്തും, പഠിപ്പിക്കും, പ്രവർത്തിപ്പിക്കും. ഹല്ലേലൂയ. 1 മണി ചോറ് താഴെ വീണത് എടുത്ത് മാറ്റിയിടാൻ കഴിയാത്തവൻ, കക്കുസു കഴിയാൻ മനസ്സില്ലാത്തവൻ, പായിടാൻ മനസ്സില്ലാത്തവൻ, ഇടനെ അനുസരിക്കാൻ മനസ്സില്ലാത്തവൻ ഒന്നും പ്രസംഗകനാകുകയല്ല, ആകില്ല. അവൻ വീട്ടിൽ പോലും ഇങ്ങനെ കറുത്ത മുള്ളായിട്ടിരിക്കും. ആ മുള്ളിനെ കർത്താവ് അരം വെച്ച് തേച്ച് പൊട്ടിച്ച് മുറിച്ച് സ്റ്റിച്ചിട്ട് റെഡിയാക്കി എടുത്ത്, പിന്നെ ഇവരുടെ വിനയം കണ്ടു കഴിഞ്ഞാൽ, ഇവിടെ പ്രസംഗമോ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ കോൾ മേൽക്കൊള്ളും. ഇതാണ് കഷ്ടം. ശുദ്ധീകരണം നടക്കുമ്പോൾ ഒരു കഷ്ടമാണ്. ശരിയല്ലേ? ഈ കിണ്ടി കണ്ടിട്ടുണ്ടോ? കിണ്ടി ഇന്നതൊക്കെ കുറവാണ്. എന്നാലും ക്ലാവ് പിടിച്ചു കഴിഞ്ഞാൽ ക്ലാവിനെ നിങ്ങൾ തുടയ്ക്കുന്ന കണ്ടിട്ടുണ്ടോ? ഭസ്മം എടുത്തിട്ട് അങ്ങ് ഒരു അരക്കൊണ്ട് ഒരു പിടുത്തമുണ്ട്. എന്നിട്ട് ഇങ്ങനെയൊക്കെ പിടിച്ചെല്ലാം കഴിഞ്ഞിട്ട് പോരാ. പണ്ട് കാലത്ത് ചാമ്പലില്ലേ, ചാമ്പൽ എന്ന് പറഞ്ഞാൽ അറിയോ മക്കളെ? ഒന്ന് പറഞ്ഞു കൊടുക്കോ. ചാരം. അതിന്റെ മലയാള പര്യായമാണ് ചാമ്പൽ. ഈ ഇതൊക്കെ പിടിച്ച് ചാമ്പലൊക്കെ എടുത്ത് അമ്മമാർ അതിനെ തേച്ച് മിനുക്കി അതിനെ അങ്ങോട്ട് 4 ഇതൊക്കെ കഴിച്ച് വെള്ളത്തിൽ പിടിച്ചിട്ട് കോരി ഒഴിച്ച് കലക്കി അങ്ങോട്ട് വെക്കുമ്പോ വെള്ളപ്പള്ളാമിണ്ടും അലുമിനിയം പാത്രങ്ങൾ. ഇതുപോലെ നിങ്ങളെ ചിലതിനെയൊക്കെ പിടിച്ചങ്ങോട്ട് ചാമ്പലിട്ട് തേച്ച് ഭസ്മമിട്ട് തേച്ച് കഷ്ടം വരും. ഈ തേക്കുമ്പോ കയ്യൊക്കെ വിളി വരും. നമുക്ക് തോന്നുന്നു അപ്പോഴും നടക്കുന്നതാണ് മാനസാന്തരം. നോ, അത് വേദന കൊണ്ടുള്ള വിളിയാണ്. പുറംതിരിഞ്ഞു പോകരുത്. പോയാൽ അടുത്ത വാക്യം. ഒരാൾ നിന്നോട് വായ്പ ചോദിക്കാൻ ഉണ്ട്, ഇച്ഛിച്ചാൽ ഒഴിയാതിരിക്കട്ടെ. അപ്പൊ ഇതുകൊണ്ട് നമ്മളിതിനെ വേറെന്താക്കരുത്, വായ്പ ചോദിക്കാനുള്ളൊരു ലൈസൻസ് ആക്കരുത്. വാങ്ങിച്ചാൽ തിരിച്ചു കൊടുക്കാൻ വായ്പ എന്നല്ലയോ എന്റെ അർത്ഥം. വായ്പ എന്ന് പറയുമ്പോൾ തിരിച്ചടവുണ്ടേ. സൗജന്യമാണെങ്കിൽ തിരിച്ചടവില്ല. സൗജന്യമായിട്ട് തരുന്ന ഒരൊറ്റ ആളെ ഉള്ളത് കർത്താവ്. മനസ്സിലായി? കർത്താവിന്റെ മുഖത്ത് കൊടുത്താണ്. അടുത്ത വാക്യം. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കും. ആമേൻ. അല്ലാതുള്ള പ്രാർത്ഥനയേ ഇല്ല. ശുദ്ധീകരണ പ്രാർത്ഥനയേ ഇല്ല. പിന്നെയല്ലേ ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കും. അവയ്ക്ക് ഒന്നുകൂടെ വായിച്ചാൽ. ഹലോ, എല്ലാവരും ഒന്നും പിടിക്കില്ലാട്ടെ. ഞാൻ നിർത്താം. ഇപ്പോ ഇതുകൂടെ പറഞ്ഞാലേ അവിടെ എത്താൻ പറ്റുള്ളൂ.
നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ. ഈ കർത്തൃമേശ കൈക്കൊള്ളുന്നവൻ ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കണം. അവന് ശത്രു ഇല്ല എന്ന് തീരുമാനം. ശത്രുവിന് ഇപ്പൊ പരത്തിക്ക് നിങ്ങൾ കള്ളം പറയും, എനിക്ക് ഒരു ശത്രുവില്ല. പിന്നെ അമ്മായിയമ്മയായിട്ടൊരു കലഹം ഉണ്ടായിരുന്നു, അതല്ലാതെ മരുമോളോട് ഒരു പ്രശ്നമില്ലാതെ, അല്ലെങ്കിൽ എൻ്റെ മറ്റേ കൂട്ടുകാരൻ മറ്റേ ആൾ ഇന്നാൾ ഇത് ആരും അല്ലെങ്കിൽ എന്നോടെങ്കിലും ശത്രുത്വം ഉണ്ടോ? തമ്മിലുണ്ടോ? ഇല്ലെങ്കിലും പോയോ? പരിശോധിക്കാനുണ്ടോന്നല്ലേ? ഞാൻ കൃതാർത്ഥനായി. ഈ വചനം കേട്ട് വചനം പഠിപ്പിച്ചപ്പോ ഞാൻ കൃതാർത്ഥനായി, ജനമെല്ലാം സന്തോഷിച്ച് ദൈവത്തിനാ. ആമേൻ. ആ വാക്യം വായിച്ചോട്ടെ, ഒന്നുകൂടെ വായിക്കും. നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതെന്ന് തന്നെ. ഉണ്ടോ? മതി. നിങ്ങളുടെ പിതാവ് മനസ്സലിവുള്ളവൻ ആണെങ്കിൽ നമ്മളും മനസ്സലിവുള്ളവരാകേണ്ടതിന് നമ്മൾ ചെയ്തതിന്റെ കണക്ക് പറയണ്ട, നമ്മൾ ഇളച്ചു കൊടുത്തതിന്റെ കണക്ക് പറയണ്ട. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ഇത്രയും പേർക്ക് ക്ഷമിച്ചില്ലേ, നിനക്കെന്താ ആ ഉള്ളോളം ക്ഷമിക്കാൻ? അവർ ക്ഷമിച്ചോട്ടെ, ക്ഷമിക്കാതിരിക്കട്ടെ. ഞാൻ നിത്യത്തിലെത്തണമെന്ന് ഞാൻ ഒന്ന് ശ്രമിച്ചത്. അവിടെ കണ്ടോ, നിങ്ങൾ നിങ്ങളുടെ പിതാവിന്റെ പുത്രന്മാരായി തീരേണ്ടത്. നമ്മൾ ആരംഭിച്ചെന്താണ്? മനസ്സലിവുള്ളവനാകേണ്ടത്. ഇപ്പൊ എന്തായാലും അതിലേക്ക് എന്തിനേക്ക് കൊണ്ടുവന്നു? അപ്പൊ പുത്രത്വത്തിന്റെ ശൈലസൗരി അവൾ ഇനിയും കൂടെ ഇല്ലേ? അവളോട് കിടക്കട്ടെ, ഇതിനെനിക്ക് ഉത്തരം തന്നിട്ടേ പോവുള്ളൂ. ഞാൻ ചോദിക്കും, അവിടെ കളിപ്പിക്കുക. ഇന്നലെ വരില്ലാത്തൊരു വാത്സല്യം, ഈ ചുഞ്ഞന കുറെ നേരം ഇവിടെ നിൽക്കാൻ തുടങ്ങി. എന്നെ ശ്രദ്ധിക്കും. ഹല്ലേലൂയ. ഇതിന് കാതലായ ഭാഗം പറയുക, നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പൻ. അടുത്ത് പറയാണ്, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. ഇതല്ലേ കർത്താവ് ഉപദ്രവിച്ചവർക്ക് വേണ്ടി എന്ത് ചെയ്തു? ഇനി എവിടെ വെച്ച് പ്രാർത്ഥിച്ചു? തേജസ്കരണം പ്രാപിച്ചിട്ടാണോ? മാറത്ത് പൊൻകച്ച അണിഞ്ഞവനായിട്ടാണോ? വെള്ളോടിന് സദൃശ്യമായ കാലും കൊണ്ടാണോ? ആണോ? അതോ മറ്റേ വാളുകൊണ്ടാണോ? കർത്താവ് എപ്പോഴാ പ്രാർത്ഥിച്ചേ? ക്രൂശിൽ. ആമേൻ. ക്രൂശിൽ വെച്ച് പ്രാർത്ഥിച്ച കർത്താവ് പറയാണ്, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ലപ്പാ, ഇവരോട് ക്ഷമിക്കണമേ. സംശയിക്കൂ, ഇവരോട് ക്ഷമിക്കണമേ അപ്പാ. ഹല്ലേലൂയ. അത് ദൈവസഭയോട് പറയുന്നു, സ്വയം വിശുദ്ധനാകണ്ട, പറയുന്നു നിങ്ങളുടെ കടങ്ങൾ ഇളച്ചു കൊടുപ്പിൻ, നിങ്ങൾ സ്വയം പേരെടുക്കാതിരിപ്പിൻ. ഞങ്ങളുടെ സമയത്ത് ഞാൻ പോകുന്നില്ല, അത് ഒരു വാക്യം കൂടെ ഉണ്ട്. നിങ്ങൾ തികഞ്ഞവരാകുമ്പോ നിങ്ങൾ ഗുരുവിനെ പോലെയാകും. ഇതിനാണോ കിടക്കുന്നത് വാക്യം? അതോടൊന്ന് വായിച്ചങ്ങ് നിർത്താം. ഇഞ്ചിന്റെ അവസാനമാണോ? ഓക്കെ, ആ വാക്യം നിങ്ങൾ എടുത്താൽ മതി. ഈ രണ്ടിലുണ്ട്. ഇതാണ് വാക്യം, ഇതാണ്. അതുകൂടെ പറഞ്ഞാലേ ഇത് പൂർണ്ണമാവുള്ളൂ. നിങ്ങൾ അഭ്യസം തികഞ്ഞ ശേഷം നിങ്ങൾ ആരെ പോലെ ആകും? ആരെ പോലെ ആകും? ഗുരുവിനെ പോലെയാകും. ഗുരുവിന്റെ മീതെയാകത്തില്ല. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് ഗുരുവിനെ പോലെ ആകും എങ്കിൽ യേശുവിനെ പോലെ ആകും എങ്കിൽ നിങ്ങൾ മനസ്സലിവുള്ളവരായിരിക്കും എങ്കിൽ നിങ്ങൾ പിതാവിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും, ദൈവരാജ്യത്തിന്റെ അവകാശികൾ എന്ന് വിളിക്കപ്പെടും. ആമേൻ. അതുകൊണ്ട് അഭ്യസം കഴിയുമ്പോ, അഭ്യസനം നടക്കുമ്പോ ഇഷ്ടമില്ലെങ്കിലും ഇത് അംഗീകരിച്ചേ മതിയാവും. ഹല്ലേലൂയ. ഒന്നുമില്ലെങ്കിലും 2000 നോട്ട് നിർത്തിയ സമയത്തെ നമുക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഗ്യാസിന് വില കൂടുമ്പോ നമുക്ക് ഇഷ്ടപ്പെടുവോ? മക്കളെ നീ ഇല്ല പറ, ഗ്യാസിന്റെ വില എത്ര അറിയോ? അരിക്ക് വില കൂടുമ്പോ നമുക്ക് ഇഷ്ടപ്പെടുവോ? ഇല്ല. പക്ഷെ നമ്മൾ നിർബന്ധിക്കപ്പെടുന്നില്ല. ദൈവജനം പറയുമ്പോ മാത്രം എന്ത് നിങ്ങൾക്ക് അനുസരിക്കാൻ മതി?
ആ ലാസ്റ്റ് വാക്യം വായിച്ച നിങ്ങളുടെ നിങ്ങളുടെ ശത്രുക്കളെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിന്നെ ഉപദ്രവിക്കുന്നവരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. ഇന്നോട്ട് ഒരു ചെറിയ സ്റ്റെപ്പ് വെക്കാമോ? ചെറുതായാലും വലുതായാലും സ്റ്റെപ്പ് എടുത്തേ പറ്റും. ചുമ്മാ ഞാൻ എന്തെങ്കിലും ചെറുതെടുക്കാൻ പറ്റുമെന്ന് ചോദിക്കണം. സ്റ്റെപ്പ് എടുക്കാൻ പറ്റുമോ? മാറാൻ പറ്റുമോ? അതിനനുസരിക്കാൻ പറ്റുമോ? അക്കരെ കിടക്കും. പാസ്റ്റർ ശപിക്കണമെന്നൊന്നും പറയരുത്. വലിയ പാസ്റ്റർ പറഞ്ഞെങ്കിൽ എനിക്കെന്താ കുഴപ്പം? അതിനെ കുറച്ച് ലഘൂകരിച്ച് അയ്യോ ഷൗലെ, അയ്യോ ശ്രീകുമാറെ, മക്കളെ നീ വരുവോടാ, അങ്ങനെ ഒരു ചോദ്യം ആരും വിളിക്കും. നാളെ ആരാധനയ്ക്ക് വരുമോന്നൊന്നും ചോദിക്കരുത്, കണ്ടേക്കണം അവിടെ. ഹല്ലേലൂയ. നാളെ ഉപവാസ പ്രാർത്ഥനയാണ്, വരുവോ? പണിയുണ്ട് പാസ്റ്ററെ. പണിയില്ലെങ്കിൽ ഞാൻ വരാം. ഈ പണി ഇല്ലെങ്കിലും വരികയല്ലോ, പണി നഷ്ടപ്പെട്ടാലും വരികയല്ലോ. കണ്ടേക്കണം ഇവിടെ. ആമേൻ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നുണ്ടോ? അപ്പൊ 3 പോയിന്റിലേക്ക് നമുക്ക് ഇതിനെ നടത്താം. ഒന്ന്, നിങ്ങളുടെ പിതാവ് മനസ്സലിവുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും മനസ്സലിവുള്ള. മനസ്സലിവിന്റെ പ്രത്യേകതയാണ്, ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് വിധിക്കില്ല. ഹല്ലേലൂയ. രണ്ടാമത് പറയുകയാണ്, ശത്രുക്കളെ, നിങ്ങളെ ദ്രോഹിച്ചവരെ തിരഞ്ഞു പിടിച്ച് പ്രാർത്ഥിപ്പിൻ. നിങ്ങളുടെ പ്രാർത്ഥന ലിസ്റ്റില് എന്റെ മകൾ ഇന്നാളാകട്ടെ അതെല്ലാം മാറ്റി, അതെല്ലാം വെട്ടി താഴെ ഇട്ടിട്ട് നിങ്ങളെ ഏറ്റവും ദ്രോഹിച്ചവരെ എന്ത് ചെയ്യണം? മിക്കവാറും 6 മണിക്കൂർ തികയുന്നതിന് മുമ്പ് ആലയത്തിൽ കയറും. വിശ്വസിക്കുന്ന കാര്യത്തിൽ മാത്രം നോക്കാം. അത് ദൂതായിക്കൂടെ ചില വിഷയം പിടിച്ചു വെച്ചങ്ങ് പ്രാർത്ഥിക്കും. വിടരുത്, വലത്തോടും വിടരുത്, ഇടത്തോടും വിടരുത്. ഇത് വിട്ടുതരില്ല കർത്താവേ, വിട്ടുതരില്ല. അവൻ എന്നെ അത്രയേറെ വേദനിപ്പിച്ചു. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ അപ്പാ അവൻ ആലയത്തിൽ കയറി അവൻ വചനമെടുത്ത അവൻ പ്രസംഗിക്കുന്നവരാവണം, അവൻ പ്രാർത്ഥിക്കുന്നവരാവണം, അവൻ അങ്ങടെ അവന് മുട്ടുകുത്തണം. ഇത്രയൊന്നും വേണ്ട. അതെ, കിടന്നോട്ട് യേശുവിന്റെ രക്തവും ശരീരവുമാണെങ്കിൽ ഈ ശരീരം നുറുങ്ങിക്കിടന്നപ്പോഴാണ് കർത്താവ് നുറുക്കിയവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. കർത്താവ് പറഞ്ഞു, ഞാൻ നുറുക്കപ്പെടാൻ പോവുകയാണ്, പക്ഷെ നുറുക്കിയവർക്ക്, ഒറ്റിക്കൊടുത്തവരുണ്ട്, തള്ളിപ്പറഞ്ഞവരും, കാർക്കിച്ചു തുപ്പിയവരും, ക്രൂശിൽ കിടക്കുന്നവരെ കണ്ട് പരിഹസിച്ചവരുണ്ട്, അധികാരത്തിന്റെ പടയാളികൾ നിൽപ്പുണ്ട്, മഹാപുരോഹിതന്മാർ ആർത്തട്ടഹസിക്കുന്നുണ്ട്. ഒരു കരുണയും യേശുവിനോട് കാണിച്ചു. കരുണയോടെ നോക്കിയ 3-4 പേരും പേടിച്ചാ നിൽക്കണേ. അപ്പോഴാണ് യേശു എന്ത് ചെയ്യുന്നേ? പിതാവിന്റെ പുത്രനാകേണ്ടതിന് പിതാവിന്റെ ഹൃദയം വെളിപ്പെടുത്തുകയാ. ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവർ അറിയായികയാൽ, ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവർ അറിയായികയാൽ. ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയ ഒരു കാര്യം പറയാം. ഒരു മനുഷ്യന്റെ മേൽ വ്യാപരിക്കുന്ന അവന്റെ സെൽഫ് റൈറ്റസ്നെസ്, അതായത് സ്വന്തം ബുദ്ധിയിലുള്ള ആശ്രയത്വം, അവൻ ദൈവത്തിന് വിരോധമായി പിശാചിനേക്കാളും ശക്തിയുള്ളവനെ പോലെ എഴുന്നേറ്റ് നിൽക്കും. അവൻ എതിർത്തു നിൽക്കും, അവൻ എതിർക്കും, വാദിക്കും, തർക്കിക്കും, ദൈവത്തെ നിസ്സാരമായി തള്ളിക്കളയും, ദൈവകൽപ്പനകളെ നിസ്സാരമാക്കി കളയും. നിങ്ങൾ അങ്ങനെ ആകരുത്. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ആകരുത്. ഹല്ലേലൂയ. ഇതിന് ചുമ്മാ ഞാൻ സത്യവേദ പുസ്തകം മാറോട് ചുമന്ന് നടക്കുകയല്ല. ഈ വചനങ്ങൾ അകത്തുണ്ടാകണം. നിങ്ങളുടെ ജീവനെ സ്നേഹിക്കണം. ആമേൻ. 3 പോയിന്റ്. 1, മനസ്സരിവുള്ളവനായിരിക്കണം. 2, ശത്രുക്കളെ വിധിക്കരുത്. 3, ശത്രുവിനെ സ്നേഹിക്കണം. നിങ്ങളെ ദ്രോഹിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പൊ ഇന്നത്തെ കർത്തൃമേശ നമുക്ക് ഇങ്ങനെ സമർപ്പിക്കാം. കർത്താവേ, നിന്നെ ദ്രോഹിച്ചവരെ അവർക്ക് വേണ്ടി നീ ആ മൊഴി ഒന്ന് വായിക്കാമോ? യോഹന്നാൻ സുവിശേഷം 19 ആ മൊഴി കിടക്കുന്നത്. 19-20
അത് മാത്രം ഒന്ന് വായിച്ചോട്ടെ. നാലാമത്തെ വഴിയാണ്, മൂന്നാമത്തെ വഴിയാണ്. ലൂക്കോസ് 23:34. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായ്ക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. അനന്തരം അവർ അവന്റെ വസ്ത്രം മതി. ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയായിക കൊണ്ട്. അതിനർത്ഥം സഭയോട് ഇത് പറയുമ്പോൾ, ദൈവസഭയെ ഒരുത്തൻ തെറ്റ് ചെയ്താൽ അതെന്താണെന്ന് നീ അറിയണം. അതിന്റെ മേൽ കുതിര കയറാൻ ജാതികളെ പോലെ പോകരുത്. വിശുദ്ധ ജീവിതം കാത്തു സൂക്ഷിക്കും. ഒരല്പസമയം കഴിഞ്ഞാൽ നാം അവനെ കാണും. ഒരല്പസമയം കഴിഞ്ഞാൽ നമ്മുടെ സമയം കഴിയും. ഹല്ലേലൂയ. അതിനിടയിൽ വെച്ച് വികൃതി കാണിക്കരുതേ. അതിനിടയിൽ വെച്ച് പിന്മാറിപ്പോകരുതേ. അതിനിടയിൽ വെച്ച് പാപം ചെയ്ത് തേജസ് നഷ്ടപ്പെടുത്തരുതേ. അതിനകത്ത് വെച്ച് വിധിക്കരുത്. നിന്റെ പിതാവ് മനസ്സരിവുള്ളവരായിരിക്കുന്നത് പോലെ നിങ്ങളും മനസ്സരിവുള്ളവർ ആയിരിക്കും. ആമേൻ. എഴുന്നേറ്റാണ്.